ഇതിലാണ്. സോ ഈ എന്താ പറയാ, ഷെയറിങ് തിങ്സ് ഇൻ ദി എക്സ്ട്രീം വേ, ലൈക്ക് യുവർ ഡ്യൂഡിറ്റി ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. സോഷ്യൽ മീഡിയ AI കാലഘട്ടമാണ്, എന്തും എവിടെയും മാറ്റിമറിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ ഇപ്പം ഒരുപാട് അത് റിലേഷൻഷിപ്പിൽ വളരെ ചെറുപ്രായത്തിലെ ഒരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ഡോക്ടർ പറഞ്ഞ പോലെ ഫോൺ ഉണ്ട് എല്ലാവരുടെയും കയ്യിൽ. സോ ഇറ്റ്സ് ലൈക്ക് ടെക്നോളജി ഈസ് ആർ ഫ്രണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്ട്രോയ് us or it should not command over us. അപ്പൊ ഡോക്ടറിന് അങ്ങനെയുള്ള കുട്ടികളോട് അതായത് ഹസ്ബൻഡ് എല്ലാ അഗ്രഷനും എല്ലാ ആങ്കറും വൈഫിന്റെ മുകളിലാണ് തീർക്കുക എന്നുള്ളത്. അപ്പം അതെന്തുകൊണ്ടാണ് ഔട്ട് ബേസ്റ്റ് വരുന്നത്? പ്രോബബ്ലി ഹീസ് നെവർ ഡൺ ദാറ്റ് ടു എനി അതർ വുമൺ ഇൻ ഹിസ് ലൈഫ്. ഡിപ്രഷൻ, പിന്നെ അഗ്രഷൻ, ഇതൊക്കെ ഡോക്ടർ ഒരു ബ്രീഫായിട്ട് ഇതിനെ ഒന്ന് പറയാൻ പറ്റും, ഇതിന്റെ വ്യത്യാസങ്ങൾ എന്താണ്? But what is your take on it, doctor? Eat a gummy and reduce your cortisol, shoo away the anxiety and stress എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ ആൻസൈറ്റി നമുക്ക് ആ ഒരു ഗമ്മി എടുത്ത് മാറ്റിയാൽ മതി. എക്സാക്ട്. ആൾക്കാർക്ക് ADHD ഡയഗ്നോസ്ഡ് ആകാൻ ഭയങ്കര സന്തോഷമാണ്. കാര്യം അതൊരു എന്താണ്, അതും പേരും ഭയങ്കര ഗാംഭീര്യമാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുമ്പോൾ യെസ്. വാട്ട് ഈസ് നാർസിസിസ്റ്റ് ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? ഇസ് ഇറ്റ് ലൈക്ക് ഞാൻ എന്ന അഹംഭാവം മാത്രമാണോ, എന്നെ എന്നുള്ളതാണോ? അറിയാം, ഡ്രഗ്, സിന്തറ്റിക് ഡ്രഗ്, മജുവാന, വാട്ട് നോട്ട്, ഒക്കെ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് ഇപ്പം വൈബായി മാറിക്കൊണ്ടിരിക്കുക. ആൻഡ് കുറച്ച് പേര് അതിനെ ന്യായീകരിക്കുന്നുണ്ട് മെഡിസിനൽ യൂസിനാണെന്ന്. വാട്ട് ഈസ് യുവർ ടേക്ക് ആസ് എ സൈക്കാട്രിസ്റ്റ്? നമ്മൾ രണ്ടുപേരും ഇരിക്കുവാണെങ്കിൽ ഇപ്പൊ എനിക്ക് സ്കിസോഫ്രീനിയ ഉണ്ടെങ്കിൽ എനിക്ക് അപ്പു പറയുന്നത് കേൾക്കാൻ പറ്റില്ല. ഞാൻ വേറൊരു വേൾഡിലായിരിക്കും. എന്റെ സൈഡിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരിക്കും. അപ്പു എന്നോട് സംസാരിക്കുന്ന അതേ ക്ലാരിറ്റിയിലും ഗാംഭീര്യത്തിലും ഒരു 2 or 3 പേര് എന്നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുവോ അല്ലെ എനിക്ക് റണ്ണിങ് കമന്ററി തന്നുകൊണ്ടിരിക്കുക. ശരിക്കും ബൈപോളാർ ഇസ് ട്രീറ്റബിൾ. അതൊരു ക്രോണിക് ഡിസോർഡർ ആണ്. 3 എന്ന പടത്തിൽ ധനുഷ് ലാസ്റ്റ് പോയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൊല്ലണോ വേണ്ടയോ എന്ന് കാണുമ്പോൾ this is what the social media or the movie plays a very crucial role. മൂവിങ് ഓൺ ടു റിലേഷൻഷിപ്സ്. ഇപ്പം അവിഹിതത്തിന്റെ കാലഘട്ടമാണ്. ഓക്കെ, മാരേജ് എന്ന് പറയുന്നത് സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ പോലെയാണ്. അതിനുശേഷം ഹസ്ബൻഡിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, വൈഫിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ചില വൈഫ് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ വൈഫിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി സെറ്റ് ആക്കുന്നു അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്നു. മേ ബി ഞാൻ ഗുഡ് ഇനഫ് അല്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നു. പോയത് 2K കിഡ്സ് കുറച്ചും കൂടെ മോഡേൺ ആണ്. ബട്ട് ഐ തിങ്ക് പേഴ്സണലി 90s കിഡ്സ് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആണ്. ഐ മീൻ ലൈക്ക് നമുക്ക് കുറച്ചും കൂടെ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ റെസ്പെക്ട്ഫുൾ ഇതുണ്ടായിരുന്നു. ബട്ട് 2K ഇസ് ലൈക്ക് എന്തും ആയിക്കോട്ടെ ഞാൻ എൻ്റെ വൈബായിട്ട് പോകും എന്നുള്ളൊരു രീതിയിൽ. ബിക്കോസ് 90s കിഡ്സ് ആ ട്രാൻസിഷൻ ഫേസിൽ കൂടെ വന്നതാണ്. കറക്റ്റ്. അവർക്ക് ആ ട്രാൻസിഷൻ ഉണ്ട്, എന്തായിരുന്നു ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ളത്. അതായത് ഇപ്പം സോഷ്യൽ മീഡിയ, AI, ഇതിനൊക്കെ മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഈ പറയുന്ന പോലെ നമ്മുടെ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന പോലെ. പിന്നെ ഡോക്ടർ, ഡസ് പൊസസീവ്നെസ് കിൽ എ റിലേഷൻഷിപ്പ്? ഡെഫിനറ്റ്ലി കൊല്ലും അല്ലേ? കൊല്ലും. അപ്പം നമ്മളുടെ ലൈഫിൽ തന്നെ നമുക്കിപ്പോൾ ഓവർ പൊസസീവ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ, അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും. നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു ഡോക്ടർ, എനിക്കിപ്പം ഒത്തിരി മെയിൽ പേഷ്യൻസ് വരും. അപ്പം എൻ്റെ ചില സമയത്ത് എനിക്കിപ്പോൾ എൻ്റെ പേഷ്യൻസിന് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു
തന്നിരിക്കും. അതായത് നമ്മളുടെ ഇപ്പൊ ഒരു മെഡിസിന്റെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ നമുക്കൊന്ന് വിളിക്കണമെങ്കിൽ മെസ്സേജ് അയക്കണമെങ്കിൽ അപ്പം ഇവർക്ക് ചിലപ്പോൾ നമുക്കൊരു കോള് വന്നത്. അപ്പം എൻ്റെ ഒരു പാർട്ട്ണർ ഒരു പൊസസീവ് ആണെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ ലൈഫിനെ അത് ബാധിക്കും. ഡെഫിനറ്റ്ലി നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു മാർഗമാണല്ലോ ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. പലർക്കും അറിയില്ല, എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പല സ്റ്റിഗ്മയായിരിക്കും, വന്ന് ചോദിക്കാനുള്ള പേടിയായിരിക്കും. അപ്പം നിങ്ങളെപ്പോലുള്ള ഒരാൾ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിൽ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, അപ്പു എന്നുള്ള ഒരാളിൽ ഒരു വിശ്വാസമുണ്ട്. അപ്പം അവര് അതിനുവേണ്ടി അപ്പൊ ഓക്കെ അപ്പു ഒരു സൈക്കാട്രിസ്റ്റുമായിട്ട് ചെയ്യുന്നു, അപ്പൊ എന്തായിരിക്കും അതൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പം നമുക്ക് ഈ ജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അവരുടെ പല ക്വറീസ്, അതായത് നിങ്ങൾ അവരുടെ മെസ്സേജ് നമ്മളിലേക്ക് എത്തിക്കുവാണല്ലോ ചെയ്യുന്നത്, അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഒരാൾക്കെങ്കിലും അത് ഹെൽപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ മെന്റലി നമ്മൾ ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓഫീസിൽ ഇരിക്കുമായിരിക്കും, നമ്മൾ ഫോക്കസ് ചെയ്യത്തില്ല, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല, അപ്പം നമ്മുടെ ജോലി നമ്മൾ ഒന്നും നടക്കുന്നില്ല. അപ്പം ഡെഫിനറ്റ്ലി അത് എല്ലാ രീതിയിലും അവർക്ക് പ്രഷർ ആയിരിക്കും കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴായിരിക്കും പലരും സൂയിസൈഡ് ചെയ്യുന്നതും ഒക്കെ. അപ്പം ഒരിക്കലും സൂയിസൈഡ് എന്ന് പറയുന്നത് ആരും ആഗ്രഹത്തോടെ ചെയ്യുന്നതല്ല. ഇറ്റ്സ് ലൈക്ക് ക്രൈ ഫോർ ഹെൽപ്പ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അവരുടെ നിസ്സഹായ അവസ്ഥയിൽ അവർ ചെയ്തു പോകുന്നതാണ്. അപ്പൊ 90% സൂയിസൈഡിൽ അവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ടെങ്കിൽ ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു another episode of Vibe with Dr. Apu. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ്, ഐ വുഡ് സേ ദിസ് പോഡ്കാസ്റ്റ് സെഷൻ വാസ് മാനിഫെസ്റ്റഡ്. ഓ യൂണിവേഴ്സ്, താങ്ക് യു ഫോർ ബാക്കിംഗ് മീ അപ്പ്. സീരിയസ്ലി, കാരണം ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യലിസ്റ്റ്, ഒരു ഫിസിഷ്യൻ ഈ ഒരു പോഡ്കാസ്റ്റിൽ വന്ന് നമ്മുടെ സംശയങ്ങളും നമുക്കുള്ള ഒരുപാട് നോഷൻസ്, സ്റ്റിഗ്മ, തെറ്റിദ്ധാരണകൾ ഒക്കെ മാറ്റണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം വേറെ ഏത് സ്പെഷ്യലിസ്റ്റിനും ഇതിനെപ്പറ്റി ആധികാരികമായി പറയാൻ സാധിക്കുക തന്നെയില്ല. And I am so proud to say that she's a very beautiful, vibrant and extremely intellectual, smart psychiatrist. Yes, having a lot of fan following and also helping her patients with providing utmost guidance and doing her job with utmost sincerity. We have a very noble psychiatrist with us today, the very charming and dynamic Dr. Bino Mary Chaku. Thank you, doctor. Working in one of the most reputed and busiest hospitals of the capital city, Medeor 24/7. Doctor, ne oru podcast session kittan vendi njan etra varsham kaathirunnu doctor. Thank you so much, Aparna, for the invitation. It's a pleasure to be in this podcast. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. Yes, doctor. So we're going to be multilingual out here. അതായത് നമ്മൾ മലയാളവും ഇംഗ്ലീഷും ഒക്കെ കലർന്ന് let's communicate in the best way possible, such that it helps maximum audience. Now my question, doctor, are you from a family of medicos? No. Okay. അപ്പോൾ ഡോക്ടറിന് എങ്ങനെ സൈക്കാട്രി സെലക്ട് ചെയ്തു ഡോക്ടർ? Why did you choose psychiatry? എൻ്റെ ഇന്റേൺഷിപ്പ് സമയത്താണ് സൈക്കാട്രി എന്താന്നുള്ളത്. ബിക്കോസ് നമ്മൾ എല്ലാരെയും പോലെ തന്നെ സൈക്കാട്രിനെ കുറിച്ചിട്ട് ഇപ്പോഴും ഈവൻ മെഡിക്കോസിന്റെ അടുത്താണെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണയോ അവയർനെസ്സോ ഇല്ല. അപ്പം എനിക്കും ഇല്ലായിരുന്നു. പക്ഷെ ഇന്റേൺഷിപ്പ് സമയത്ത് ഐ ഹാവ് ടു ഡു കമ്പൽസറി 2 weeks പോസ്റ്റിംഗ് ഇൻ സൈക്കാട്രി. സോ ആ സമയത്ത് വെൻ ഐ വെന്റ് ഫോർ ദാറ്റ് പോസ്റ്റിംഗ് ഇറ്റ് വാസ് an eye opener for me. Like the patients, like എന്താണ് സൈക്കാട്രി, who are the patients, what are the conditions, and എന്നെ അവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് അവിടെ അതൊരു മോട്ടിവേഷൻ ഫീൽ ചെയ്തത് we can do something for those patients. Like earlier ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പൊ ഒരാൾക്ക് ഒരു സ്കിസോഫ്രീനിയോ ഒരു സൈക്കോസിസോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് നമ്മൾക്ക് കിട്ടുന്നത് അങ്ങനത്തെ ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഫ്രം ദ സറൗണ്ടിങ്, ഈവൻ ഫ്രം ദ മൂവീസ്. എല്ലാവരും അതിനെ ഒരു തമാശ പോലെയാണ് എല്ലാവരും കാണിക്കുന്നത്. എന്താണ് അതിന്റെ ആക്ച്വൽ എന്നുള്ളത് ആരും കാണിക്കുന്നില്ല. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് there is a treatment for it and the patient will like
ഗെറ്റ് ബാക്ക് ടു ദർ പ്രീ മോർബിഡ് സ്റ്റേറ്റ്. അതായത് അവർ നേരത്തെ എങ്ങനെയാണോ അതേ ലെവലിലേക്ക് അവർ പ്രോപ്പർ മെഡിസിനും സപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എത്താൻ പറ്റും. അതായത് അവരുടെ ഫങ്ഷണൽ എബിലിറ്റീനെ നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതെനിക്കൊരു ഭയങ്കര ഒരു ഐ ഓപ്പണർ ആയിരുന്നു. അപ്പം ഐ ലൈക്ക് ദാറ്റ് ചാലഞ്ച്. അപ്പൊ ഞാൻ ഓർത്ത് ഡെഫിനറ്റ്ലി ദിസ് ഈസ് മൈ ഫീൽഡ്, ബിക്കോസ് എനിക്ക് ഒത്തിരി സംസാരിക്കാനും ഇഷ്ടമുള്ള ഒരാളാണ്. സോ യു ഷുഡ് ബി, ഇഫ് യു ആർ എ സൈക്കാട്രിസ്റ്റ്, യു ഷുഡ് ബി എ patient listener and as well as you should be able to communicate. Yeah, you should be able to communicate. അപ്പൊ അത് കാരണം കൊണ്ട് then I decided this is my like field. So when I like എന്റെ വീട്ടിൽ ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പം they were having little like അതൊരു കുറച്ചൊരു വേണോ എന്നൊരു ഇതായിരുന്നു. പക്ഷെ like luckily during that time like my wedding was fixed. അപ്പം like ഇപ്പോഴത്തെ എന്റെ ഹസ്ബൻഡ് അന്നത്തെ എന്റെ ഫിയാൻസി, he was like 100% supportive. He said it's okay if this your രണ്ട് വാക്ക്. അദ്ദേഹം ഒരു ഡോക്ടറാണല്ലേ? അതെ, എന്റെ ഹസ്ബൻഡ് ഡോക്ടർ സഞ്ജു സണ്ണി, പുള്ളി ഒരു അനസ്തറ്റിസ്റ്റ് ആണ്. അപ്പം he was the strongest supporter. പുള്ളിയായിരുന്നു എന്നോട് അന്ന് പറഞ്ഞത്, ഡെഫിനറ്റ്ലി ഇഫ് യു ലൈക്ക് ദ സൈക്കാട്രി യു ഹാവ് ടു ഗോ ഫോർ ഇറ്റ്. സോ since he supported, my parents also supported, his parents also supported. That's how I took psychiatry. അപ്പം എല്ലാവരുടെയും ബ്ലെസ്സിങ്സോട് കൂടിയും സപ്പോർട്ടോട് കൂടിയാണ് ഡോക്ടറിലേക്ക് വരുന്നത്. അപ്പൊ ഡോക്ടർ പാസ് ഔട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ജോബ് എവിടെയായിരുന്നു ഡോക്ടറെ? ഞാൻ പാസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തിരുവല്ല മെഡിക്കൽ മിഷനിലായിരുന്നു എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അന്ന് ഞാനാണ് അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത്. സോ ഡ്യൂറിങ് ദാറ്റ് ടൈം definitely it was the initial phase. Initially I had some difficulty to getting a job. അപ്പം ഞാൻ തന്നെ ഒന്ന് ഡൗട്ട് അടിച്ചിട്ടുണ്ട് so whether this was the right decision or the wrong decision. പക്ഷെ I know one thing, because I will be able to do something for the society, for the people. So like അവിടെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴും initially like I started a department ഒരു മൂലയിലായിരുന്നു. അവിടുന്ന് slowly like the department got developed, like നല്ലതായിട്ട് പേഷ്യൻസ് വരാൻ തുടങ്ങി. They understood what is psychiatry, what is that you're there to help. Yeah, I'm there to help. അങ്ങനെ like അവിടുന്ന് ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് മാറി ഐ ഗോട്ട് ഇൻ ദ മിഡിൽ ഓഫ് ദ ഹോസ്പിറ്റൽ തന്നെ ഏറ്റവും നല്ല വൈബ്രന്റ് റൂം വാസ് ദ സൈക്കാട്രി OPD. നൗ ലൈക്ക് ദേ ഹാവ് സ്റ്റാർട്ടഡ് എ സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ്. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ നല്ല സൂര്യ വെളിച്ചൊക്കെ കിരണങ്ങളൊക്കെ സൺകിസ് ചെയ്ത റൂം. അത്ര നല്ല സൂര്യകിരണങ്ങൾ ഏറ്റ് സൺകിസ്ഡ് ആയിട്ടുള്ള റൂം ഡോക്ടർ ഏൺ ചെയ്തു എന്ന് പറയാം അല്ലെ? ഹൗ വാസ് ദാറ്റ് ഫീലിംഗ്? ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങനെ ഒരു അപ്രിഷിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട് അങ്ങനെ ഒരു എന്താണ് റെക്കഗ്നൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡെഫിനറ്റ്ലി വിൽ ഫീൽ ഹാപ്പി, റൈറ്റ്? ആൻഡ് മോർ ഓവർ ലൈക്ക് അവർ അതിന്റെ ആ ഒരു നീഡ് മനസ്സിലാക്കിയപ്പം അതിനെക്കാട്ടിലും ഭയങ്കര സന്തോഷമായിരുന്നു. ഡോക്ടറിന്റെ മാസ്റ്റേഴ്സ് എവിടെയായിരുന്നു ചെയ്തത്? ഞാൻ എന്റെ മാസ്റ്റേഴ്സ് അമൃതയിലാണ് ചെയ്തത്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് ഒരു പഞ്ഞവും നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അപ്പൊ ഡോക്ടറെ നൗ മൂവിങ് ഓൺ ടു, ഞാൻ ഏകദേശം ഒരു 50ഓളം ആൾക്കാരോട് എന്റേതായിട്ടുള്ള രീതിയിൽ ഐ ഡിഡ് സൈക്കോളജി ഇൻ മൈ ഹയർ സെക്കൻഡറി. ഞങ്ങളുടെ മാം വാസ് സൂപ്പർ ഇൻസ്പയറിംഗ്. പുള്ളിക്കാരത്തി ഒരു പോളിയോ സർവൈവറും കൂടിയായിരുന്നു. ഷീസ് ഇൻസ്പയർഡ് അസ് ഇൻ മെനി വേസ്. അത് വെച്ചിട്ട് എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഐ ആം ആസ്കിങ് യു, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് എ സൈക്കാട്രിസ്റ്റ്? നിങ്ങൾ ചെയ്യുന്ന ദൗത്യങ്ങൾ സെയിം ആണോ എക്സെപ്റ്റ് ഫോർ ദ മെഡിസിൻ ഗിവിംഗ് പാർട്ട്? ഇതൊരു വളരെ എന്താ പറയുക, ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് നിഷ്പ്രയാസം പറയാം. അപ്പോ ലൈക്ക് ഇതിപ്പം എല്ലാരും നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് നമ്മുടെ ഈവൻ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോലും അറിയില്ല വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സൈക്കോളജിസ്റ്റ് ഓർ എ സൈക്കാട്രിസ്റ്റ്. ബിക്കോസ് നമുക്ക് തന്നെ കേട്ടിട്ടുണ്ട് പലയിടത്തും ചിലപ്പം എന്നെ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് തന്നെ അവര് റെപ്രസെന്റ് ചെയ്ത് പറയുന്നതായിട്ട്. അപ്പം ലൈക്ക് ദർ ഇസ് ആക്ച്വൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആൻഡ് എ സൈക്കാട്രിസ്റ്റ് ആൻഡ് എ കൗൺസിലർ. Like definitely നമ്മൾ പറയുമ്പോൾ a psychiatrist is a physician. Yes. Just like a gynecologist or a general surgeon or an internal medicine doctor, we have done our bachelor's in medicine. Like we have done MBBS. And you've specialized in then psychiatry. I am specialized in psychiatry. So that is a difference. So നമുക്കിപ്പോ ഒരു കാലിൽ ഒരു ഇഞ്ചുറി വന്നു, നമുക്കിപ്പോ ഒരു ലിഗമെന്റ് ഒരു ടയർ വന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രാക്ചർ വന്നു. So you will go to an orthopedician first because he is the physician. He will correct that. Then he will like
ask you to go to the physiotherapist for the therapy sessions. Like definitely അവിടുത്തെ ഡോക്ടർ ഓർത്തോപീഡിഷ്യൻ ഫിസിഷ്യന്റെ പാർട്ട് കഴിയുമ്പോൾ നമുക്ക് അതർ അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് നമുക്ക് വേണം. അപ്പൊ സെയിം ലൈക്ക് ദാറ്റ് സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിഷ്യൻ ആണ്. സോ വി വർക്ക് ഇൻ ഹാൻഡ് വിത്ത് ലൈക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. സോ സൈക്കോളജിസ്റ്റ് ഈസ് ലൈക് they have done their masters or the bachelors in psychology, so they are like well versed in psychology. അപ്പൊ അവര് സൈക്കോളജിക്കൽ അസസ്മെന്റ് സൈക്കോതെറാപ്പീസ് ആണ് ചെയ്യുന്നത്. they cannot give medicine, only the psychiatrist, because that is ഇപ്പൊ ഒരു പേഷ്യന്റ് വരികയാണ്, ഇപ്പൊ ഒരു ഡിപ്രഷൻ ആയിട്ട് ഒരു പേഷ്യന്റ് വരുന്നു, അല്ലെങ്കിൽ പേഷ്യന്റ് ഇപ്പോൾ ഒരു ആൻസൈറ്റി ആയിട്ട് വരുന്നു. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി എന്തുകൊണ്ടാണ് അവിടെ എന്തെങ്കിലും ഒരു മെഡിക്കൽ കോസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ എ ഫിസിഷ്യൻ. സോ അത് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് ദ ഫിസിഷ്യൻ പ്ലേസ് എ ക്രൂഷ്യൽ ലൈസൻസ്ഡ് രജിസ്റ്റേർഡ് ഫിസിഷ്യൻ. കാരണം നമ്മള് എന്താ പറയാ, ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഡോക്ടറും ബേസിക്സ് ഗൈനക്കിലും സർജറിയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് യുവർ എക്സ്പെർട്ടീസ്. അതിൽ പോയി ഡോക്ടറിന് കൈകടത്താൻ പറ്റില്ല. ഇപ്പൊ മറ്റൊരു ഡോക്ടേഴ്സിനും ഗൈഡ് ചെയ്യാൻ പറ്റും. പറയുകയാണെങ്കിൽ ഇപ്പൊ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും they are seeing into our private part. So we can open up to them. അവർ നമ്മളെ കൗൺസിൽ ചെയ്യും എന്നൊക്കെ ഉള്ള ഒരുപാട് തെറ്റായ നോഷൻസ് ഉണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് I'd like to tell you it's a collective effort. They will do their അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആ ഭാഗം അവർ എന്താ പറയാ വളരെ പ്രൊഫഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യും. And then the mental part or the stability part or if you need any medication is done by the psychiatrist. Definitely. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കണം ഡോക്ടറെ. വാട്ട് ഈസ് ഒരു ചുരുക്കത്തില് ഇപ്പം ട്രെൻഡ് സെറ്റർ പോലെ ADHD, ആങ്സൈറ്റി, ബോർഡർ ലൈൻ ഡിപ്രഷൻ, പിന്നെ അഗ്രഷൻ, ഇതൊക്കെ ഡോക്ടർ ഒരു ബ്രീഫായിട്ട് ഇതിനെ ഒന്ന് പറയാൻ പറ്റും? ഇതിന്റെ വ്യത്യാസങ്ങൾ എന്താണ്? ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു മൂവി കാണുമ്പോൾ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട സ്റ്റാർ ADHD ആണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതാണെന്നോ പറയുമ്പോഴത്തേന് ഇനി എനിക്ക് അതുകൊണ്ടു എന്നുള്ള നോഷനിലേക്ക് ഒത്തിരി പേര് പോകുന്നുണ്ട്. ബേസിക്കലി എന്തെന്ന് വെച്ചാൽ സൈക്കാട്രിസ്റ്റിനെ കാണാന്ന് പറഞ്ഞാൽ ഊളം പറയാണോ, എന്റെ കിളി പോയോ, എനിക്ക് വട്ടായോ എന്നൊക്കെ ഉള്ള കോൺസെപ്റ്റ് ആണ് ഇപ്പോഴും. അത് മാറിയിട്ടില്ല. ഐ എം ഷുവർ യു വുഡ് അഗ്രി വിത്ത് മീ ഡോക്ടർ. അപ്പൊ ഇതിനെ കുറിച്ച് ഡോക്ടർ ഒന്ന് ആധികാരികമായിട്ട് ബ്രീഫായിട്ട് പറയാം. ബിക്കോസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പം പല പണ്ടത്തെ മൂവീസ് എടുത്ത് നോക്കിയാലും പലരും സൈക്കാട്രീനെ ഒരു ഫൺ പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അത് തന്നെ ജനങ്ങളിൽ ഒരു തെറ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് വൈ. അപ്പം അവർക്ക് ആ തെറ്റിദ്ധാരണ കിടക്കുന്നിടത്തോളം കാലം അവർക്ക് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകാനുള്ള ഒരു ധൈര്യം കാണത്തില്ല. അവർ വിചാരിക്കുന്നത് ഞാൻ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ആ ലെവലില് ജഡ്ജ് ചെയ്യും അതെ, അല്ലെങ്കിൽ ആ ലെവലിലുള്ള അബ്നോർമാലിറ്റി എനിക്കുണ്ടോ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത്. പക്ഷെ അതങ്ങനെയല്ല. അതായത് ഇപ്പം എല്ലാ കേസസും സ്കിസോഫ്രീനിയ ആയിരിക്കത്തില്ല, ബൈപോളാർ ഡിസോർഡർ ആയിരിക്കത്തില്ല. അപ്പം നമുക്കിവിടെ പല തരത്തിലുള്ള അസുഖങ്ങളാണുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആൻസൈറ്റിയാണ് നമ്മൾ കാണുന്ന ഏറ്റവും കോമൺ ഡിസോർഡർ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഇന്ന് ഭയങ്കര കോമ്പറ്റേറ്റീവ് വേൾഡിലാണ് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ചുറ്റും എല്ലാം കോമ്പറ്റീഷൻ ആണ്. ഇത് നമുക്ക് ടാർഗറ്റ്സ് കാണും, നമുക്ക് പല പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് കാണും, ഫാമിലി പ്രഷർ കാണും. അപ്പം ഇതിന്റെ ഇടയ്ക്കെല്ലാം നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഓടുമ്പം ഡെഫിനറ്റ്ലി നമുക്കത് നമ്മൾ അറിയാതെ തന്നെ നമുക്കതൊരു ആൻസൈറ്റി ഉണ്ടാക്കും. അപ്പം നമുക്ക് അകാരണമായിട്ടുള്ള ഉത്കണ്ഠ, അതായത് വറീസ്, ഭയങ്കര ടെൻഷൻ, അത് ഫിസിക്കൽ ടെൻഷൻ ആകാം, അതായത് മസിൽസിന് പെയിൻ, എയ്ക്സ്, പിന്നെ നമ്മൾക്ക് ഒന്നിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് അത് പാനിക് അറ്റാക്ക് ആയിട്ട് ഫിസിക്കൽ സിംറ്റംസ് പോലെ വരാം. ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതൽ അതൊരു ആൻസൈറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത്. അവിടെ കൂടുതലും ഉത്കണ്ഠയാണ് മുന്നിൽ നിൽക്കുന്നത്. ഉത്കണ്ഠ കാരണം കൊണ്ട് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് അവരുടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവര് ഫുൾ ലൈക്ക് അവർക്കിപ്പോ ഒരു മീറ്റിങ്ങിന് വരുവാണെങ്കിൽ ആൻസൈറ്റി കാരണം കൊണ്ട് അവർക്ക് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് പാനിക് അറ്റാക്സ് വരുന്നു. അങ്ങനെ അല്ലെ അവരുടെ ഉറക്കത്തിനെ ബാധിക്കുന്നു. അവരുടെ ഫുഡ്, നമ്മൾ സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയില്ല, ചിലർ പറയില്ലേ എനിക്ക് ആൻസൈറ്റി വന്നിട്ട് എനിക്ക് സ്ട്രെസ് ഈറ്റിംഗ് ആണ്, വെയിറ്റ് ഗെയിൻ വരുന്നു. ഇതെല്ലാം ഒരു ആൻസൈറ്റിയുടെ പാർട്ടാണ്. അത് നമുക്ക് എപ്പോഴും ഫങ്ഷണൽ. ഡോക്ടർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആണ്. ഇഫ് യു ഹാവ് ഹൈ കോർട്ടിസോൾ, ഡോക്ടർ ഈ പറഞ്ഞ കുറച്ച് സിംറ്റംസ് ഇട്ടിട്ട് നിങ്ങൾ ഈ ഒരു ഗമ്മി കഴിച്ചാൽ മതി, നിങ്ങൾ ഈ ഒരു ചെറിയ ടാബ്ലറ്റ് എടുത്താൽ മതി, നിങ്ങളുടെ കോർട്ടിസോൾ കുറയും, അത് സെറ്റ് ആവും. പിന്നെ അല്ലെങ്കിൽ ഐ തിങ്ക് യോഗ നോൾ സ്റ്റിൽ ഫെയർ, കാരണം നമ്മുടെ ബോഡി മെഡിറ്റേഷൻ ആണല്ലോ. സോ മൈൻഡിനെ കുറച്ചൊക്കെ ഇത് ചെയ്യാൻ പറ്റും. But what is your take on it, doctor? Eat a gummy and reduce your cortisol, shoo away the anxiety and stress എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ ആൻസൈറ്റി നമുക്ക് ആ ഒരു ഗമ്മി എടുത്ത് മാറ്റിയാൽ മതി. എക്സാക്ട്ലി. ഡെഫിനറ്റ്ലി ലൈക്ക് ദാറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ. നമുക്കിപ്പോൾ ഒരു ആൻസൈറ്റി വരുമ്പോഴും ഇറ്റ് ഈസ് ലൈക്ക് ഇഫ് സി ദാറ്റ്സ് വാട്ട് ഐ എം
ലൈക് ട്രൈങ് ടു ടെൽ നമുക്കൊരു ഇമ്പയർമെന്റ് ഉണ്ട്, നമുക്ക് ഫങ്ഷണൽ ഇമ്പയർമെന്റ്. അതായത് നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ ഫാമിലി ലൈഫ്, നമ്മുടെ ഒക്കുപേഷണൽ ലൈഫ് ഇതിനെ ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പയർമെന്റ് ആണ്. ഇൻ ദാറ്റ് കേസ് ഡെഫിനറ്റ്ലി യു ഹാവ് ടു സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഇപ്പം എക്സസൈസ് ചെയ്യാം, മെഡിറ്റേഷൻസ് ചെയ്യാം, യോഗ ചെയ്യാം, നമുക്ക് ഫാമിലി സപ്പോർട്ട് എടുക്കാം, അല്ലെ സോഷ്യൽ കണക്റ്റീവ്നെസ്, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ ലൈഫിനെ അത് ബാധിക്കുന്നു, നമ്മുടെ ലൈഫിൽ അത് ഇമ്പയർമെന്റ്സ് ഉണ്ടാക്കുന്നു. അതായത് നമ്മൾക്ക് ജോലിയിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ കൂടുതൽ മിസ്റ്റേക്സ് വരുത്തുന്നു, നമുക്ക് വാർണിംഗ് ലെറ്റർ കിട്ടുന്നു. സോ ആ ഒരു സമയത്ത് പിന്നെ നമ്മൾ അത് ഗമ്മിയിലല്ല, നമ്മൾ അപ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തന്നെ എടുക്കണം. സെയിം ലൈക്ക് നമുക്കിപ്പോ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ ഇപ്പോൾ സ്പൗസുമായിട്ട് പ്രശ്നം, നമ്മൾ അവരുമായിട്ട് ഭയങ്കര ദേഷ്യം, നിങ്ങളുടെ ഫാമിലി ലൈഫിനെ അത് ബാധിക്കുന്നു. അപ്പം അതൊരു ഇമ്പയർമെന്റ് ആണ്. അവിടെ പിന്നെ നമ്മൾ അവിടെ ഇന്റർവെൻഷൻ എടുത്തേ പറ്റത്തുള്ളൂ. ഏർലി ദ ഇന്റർവെൻഷൻ ദ ബെറ്റർ ദ ഔട്ട്കം എന്നാണ് നമ്മൾ പറയുന്നത്. പച്ചമലയാളത്തിൽ പറയുന്നത് സൂചി കൊണ്ട് എടുക്കേണ്ടത് വെച്ചുകൊണ്ടിരുന്നാൽ തൂമ്പ് കൊണ്ട് എടുക്കേണ്ടത്. സോ ആങ്സൈറ്റി ഡോക്ടർ പറഞ്ഞു. നൗ ബോർഡർ ലൈൻ ഡിപ്രഷൻ. ഇത് ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ആൻസൈറ്റി പോലെ തന്നെ ലൈക്ക് കുറച്ചൊക്കെ അവർക്ക് ഉത്കണ്ഠ ടെൻഷൻസ് കാണും. പക്ഷെ അവിടെ കൂടുതലും നമ്മൾ നോക്കുന്ന വിഷമം, അതായത് ഒന്നിനകത്ത് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. 2 ആഴ്ച അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഒരു വ്യക്തിക്ക് ഒരു സന്തോഷമില്ല. ലൈക്ക് അവരുടെ ലൈഫിൽ എന്ത് വലിയൊരു അച്ചീവ്മെന്റ് വന്നാൽ പോലും അതിനകത്ത് ഒരു നിസ്സംഗഭാവം. അപ്പം അതുപോലെ തന്നെ അവർ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഫിസിക്കൽ എയിൽമെന്റ്സുമായിട്ടും റിലേറ്റഡ് ആവാം. ഫിസിക്കൽ തൈറോയിഡ്, നമുക്ക് അനീമിയ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര എനർജി ലെവൽ കുറവായിരിക്കും. അപ്പം നമുക്കൊരു എനർജി ഇല്ല, ഫറ്റീഗ്, അതൊരു സിംറ്റം ആണ്, അതൊരു മേജർ സിംറ്റം ആണ് ഡിപ്രഷൻ. നമ്മൾ അത് റൂൾ ഔട്ട് ചെയ്യണം. അപ്പൊ ഈ ബോർഡർ ലൈൻ ഡിപ്രഷനും ക്ലിനിക്കൽ ഡിപ്രഷനും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, നമ്മൾ ബോർഡർ ലൈൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു ഇതില്ല. നമ്മളൊരു മെയിൻലി ഡിപ്രസീവ് ഡിസോർഡർ എന്നാണ് പറയുന്നത്. അതിനകത്ത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നാണ് പറയുന്നത്. ബേസിക്കലി നമുക്ക് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ഉള്ളത്. അവിടെ ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഡിപ്രസീവ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ഒരു ക്രോണിക് ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ്, അവർക്ക് എപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ കാര്യത്തിനോട് അവർ സെൻസിറ്റീവ് ആകും, അവർക്ക് മൾട്ടിപ്പിൾ അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ്, ഇമ്പൾസീവ് ബിഹേവിയർ, അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഡിപ്രഷന് കൂടുതലും നമ്മൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്നാണ് പറയുന്നത്. ഏതൊരു വിഷമം, അതായത് അകാരണമായ വിഷമം, ഒന്നിനകത്ത് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, അത് ഒരു ദിവസം ചൈൽഡ്ഹുഡ് ട്രോമ കൊണ്ടും ആവാം, ആകാതിരിക്കാം. പക്ഷെ നമ്മളിപ്പം ഈ പറയുന്ന പോലെ ചിലപ്പം ഇതൊന്നും കാണണമെന്നില്ല, എല്ലാം നോർമലായിട്ടിരിക്കുന്ന ഒരാൾക്കും ഒരു റീസണും ഇല്ലാതെയും വരാം. ദീപിക പടുക്കോൺ ഓപ്പൺലി പറഞ്ഞു, അതെ എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഡിപ്രഷൻ, നമുക്കിപ്പോ ഇന്നൊരു എക്സാമിന്റെ റിസൾട്ട് വന്നു, അതെ നമ്മളിപ്പം 95% മാർക്ക് എക്സ്പെക്ട് ചെയ്തു, നമുക്കത് കിട്ടിയില്ല, ഡെഫിനറ്റ്ലി നമുക്ക് 2 ദിവസം വിഷമമുണ്ട്. അത് ഡിപ്രഷൻ അല്ല. അതാണ് അതിന്റെ ഒരു ഡിഫറൻസ്. അതൊരു ഇമോഷനാണ്. അതായത് ഇതൊക്കെ ആൻസൈറ്റി, ടെൻഷൻ, ആങ്കർ, ലോ മൂഡ് ഒക്കെ ഒരു ഇമോഷനാണ്. പക്ഷെ അതൊരു നമുക്കൊരു 2 വീക്സ് ആയിട്ട് നമുക്ക് ഒന്നിനകത്ത് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല, എന്നാൽ മാത്രമേ നമ്മൾ അതിനൊരു ഡിപ്രഷൻ എന്ന് നമ്മൾ പറയത്തുള്ളൂ. അവിടെയാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. നമ്മളെല്ലാരും പറയും ഞാൻ ഡിപ്രസ്ഡ് ആണ്, എനിക്ക് വിഷമമാണ്. നമ്മൾ ചുമ്മാതാണെങ്കിലും നമ്മൾ പറയും. നമുക്കിപ്പോ എന്തെങ്കിലും നമ്മൾക്കിപ്പോ നമ്മുടെ ബോസ് നമ്മളെ വഴക്ക് പറയും, അല്ലെങ്കിൽ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ബേർഡൻ വന്നപ്പോ നമ്മൾ പറയും എനിക്ക് ഡിപ്രഷൻ ആണ്. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ഡിപ്രഷൻ. അതായത് നമ്മൾക്ക് ഒരു സന്തോഷവും ഇല്ല, നമ്മളെ ഒരു കറുത്ത തുണി കൊണ്ട് നമ്മളെ മൂടിയിട്ടേക്കുക, നമ്മുടെ ഡിസ്കണക്ട്, നമ്മുടെ കൈയും കാലും ഇങ്ങനെ ബന്ധിച്ചിട്ടേക്കുവാണ്. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, പക്ഷെ നമുക്ക് ഇത് എടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ADHD എന്ന് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ADHD ഡയഗ്നോസ്ഡ് ആകാൻ ഭയങ്കര സന്തോഷമാണ്. കാര്യം അതൊരു എന്താണ്, ഭയങ്കര പിന്നെ അതൊരു ലോട്ടറി പോലെയാണ്. എനിക്ക് ADHD ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പഠിക്കാത്തത്. അല്ലെ എനിക്ക് ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ADHD കൊണ്ടാണ്. അപ്പൊ പലരും നമ്മുടെ അടുത്ത്, അതായത് എസ്പെഷ്യലി സ്റ്റുഡൻസ്, അതായത് 12th grade 10th grade എക്സാംസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് അസസ്മെന്റിന് വരും, ഡോക്ടർ ഐ തിങ്ക് ഐ എം ഹാവിങ് ADHD. അപ്പൊ ADHD എന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പത്തിലെ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇതൊരു അതൊരു പെട്ടെന്ന് ഒരിക്കലും ഒരു പ്രായമായി കഴിഞ്ഞിട്ടില്ല, അത് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ്. അപ്പം നമ്മളൊരു 6 വയസ്സുള്ള ഒരു കുട്ടിയിൽ മേളിലോട്ടാണ് അത് 12 വയസ്സിനുള്ളിൽ നമ്മളത് ഡയഗ്നോസ് ചെയ്യണം. അതായത് ഒരു കുട്ടി ഭയങ്കരമായിട്ട് വികൃതി, കുസൃതി, ഇത് നോർമൽ അല്ല, ഒരിടത്ത് ഇരിക്കത്തില്ല, ഇങ്ങനെ ഓടി നടക്കുന്നു. നമ്മളിപ്പം ഒരു പുതിയ സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രേഞ്ചർ ആൻസൈറ്റി ഒന്നും ഇല്ലാതെ അവിടെ ഇവിടെ എല്ലാം തപ്പിപ്പിടിച്ച് കയറുന്നു. നമ്മൾ പറയത്തില്ല ഭയങ്കര കുരുത്തക്കേടെന്നുള്ളത്,
എന്നുള്ളത്. പിന്നെ പെട്ടെന്ന് ബോർ അടിക്കുന്നു, ഒരു ക്യൂവിൽ നിൽക്കാൻ പറ്റത്തില്ല, ക്ലാസ്സിലാണെങ്കിൽ ടീച്ചേഴ്സ് കംപ്ലൈന്റ് പറയും. അതായത് ഒരു സെറ്റപ്പിലല്ല, വീട്ടിൽ നിന്ന് കംപ്ലൈന്റ് കിട്ടണം, സ്കൂളിൽ നിന്ന് കംപ്ലൈന്റ്, എവിടെ പോയാലും പറയും ക്ലാസ്സിൽ അടങ്ങിയിരിക്കത്തില്ല, അപ്പുറത്തിരിക്കുന്ന കുട്ടീനെ കൂടെ ഡിസ്ട്രാക്ട് ചെയ്യും, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കൈയും കാലും ഒക്കെ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ ഒരു ADHD എന്ന് പറയുന്നത്. They are not able to pay attention. They are not able to pay attention because അവർക്ക് നമ്മൾ പറയുന്നത് ഒരു ഫ്രോണ്ടൽ ലോബിലുള്ള ഡോപ്പമിന്റെ ലെവൽ കുറവാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിമുലന്റ് എന്നുള്ള മെഡിക്കേഷൻ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. ഇത് പ്രോബ്ലം എന്ന് പറയുന്നത് ADHD ഒരു ലൈക്ക് ഒരു അഡോളസൻസ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഹൈപ്പർ ആക്ടിവിറ്റി പാർട്ട് ബെറ്റർ ആകും, പക്ഷെ ഇൻഅറ്റൻഷൻ പാർട്ട് പെർസിസ്റ്റ് ചെയ്യും. അത് അവർ അഡൽഹുഡിലേക്ക് പോകും. അപ്പോഴാണ് നമ്മൾക്ക് ഈ കെയർലെസ് മിസ്റ്റേക്സ് വരുത്തുക, നമ്മൾ പല കാര്യങ്ങളും മറന്നു പോവുക. അതായത് നമ്മൾ തന്നെ പറയും, ഇപ്പം വാളറ്റ് കൊണ്ട് കളയുന്നു, വാച്ച് കൊണ്ട് കളയുന്നു, ഫോൺ കൊണ്ട് കളയുന്നു. ഇതൊക്കെ നമ്മൾ വേണ്ടതെന്ന് വെച്ച് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മുടെ ഈ ഒരു ADHD ഇൻഅറ്റൻഷൻ കാരണം കൊണ്ട് പറ്റിപ്പോകുന്നതാണ്. നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് മിസ്സായി പോകുന്നു, ഒരു സൈഡില് ഒരു ക്വസ്റ്റ്യൻ എഴുതാതെ വരുന്നു. ഇതൊക്കെ ഒരു ADHDയുടെ സിംറ്റംസ് ആണ്. അപ്പൊ അവർക്ക് ഡിസ്ലെക്സിയ ഡിഫറെന്റ്, അതൊരു ലേണിംഗ് ഡിസബിലിറ്റി ആണ്, കണക്റ്റഡ് അല്ല. അപ്പം ഈ ADHD നമുക്ക് ഈ പറഞ്ഞ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫങ്ഷണൽ എബിലിറ്റീനെ നമുക്ക് ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റും. കാര്യം അവർക്ക് ആ ഡോപ്പമിൻ അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ അറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഒന്നിനകത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ളവർക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ മെഡിക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ ബിഹേവിയറൽ തെറാപ്പിയും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഒരു ക്രൂഷ്യൽ റോളാണ്. അവിടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, ഒരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, എല്ലാവർക്കും ഇതിനകത്ത് ഒരു കളക്റ്റീവായിട്ട് ചെയ്യണം അല്ലേ? ഓക്കെ. നൗ ഡോക്ടർ, മൂവിങ് ഓൺ ടു ആങ്കർ ഔട്ട്ബേസ്റ്റ് അല്ലെ അഗ്രസീവ്, അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അഗ്രസീവ് ഡിസോർഡർ അല്ല, നമുക്കിപ്പം അഗ്രഷൻസ് പല കാരണം കൊണ്ട് വരാം. ആൻസൈറ്റി ഉള്ളവർക്ക് അവരുടെ ഫ്രസ്ട്രേഷൻ ടോളറൻസ് കുറവായിരിക്കും. അപ്പൊ ചിലപ്പോൾ അവരുടെ ആൻസൈറ്റി പുറത്തേക്ക് കാണിക്കുന്നത് ഇറ്റ് ക്യാൻ ബി എ ചെയിൻ. അത് എന്തെങ്കിലും കാരണം കൊണ്ടാകും. അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ഡ്യൂ ടു ഒരു ഡെലൂഷണൽ ഡിസോർഡർ, അല്ലെങ്കിൽ ഒരു സൈക്കോസിസ് കാരണം കൊണ്ടായിരിക്കും. സോ വി ഷുഡ് ഐഡന്റിഫൈ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് അഗ്രഷൻ. അഗ്രഷൻ ഇസ് എ സിംറ്റം, ഇറ്റ്സ് നോട്ട് എ ഡിസോർഡർ. ഡോക്ടർ, ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നമ്മൾ കൂടുതൽ ഇങ്ങനത്തെ കഥകൾ കേട്ടിട്ടില്ലേ? അതായത് ഹസ്ബൻഡ് എല്ലാ അഗ്രഷനും എല്ലാ ആങ്കറും വൈഫിന്റെ മുകളിലാണ് തീർക്കുക എന്നുള്ളത്. അപ്പം അത് എന്തുകൊണ്ടാണ് ഔട്ട് ബേസ്റ്റ് വരുന്നത്? പ്രോബബ്ലി ഹീസ് നെവർ ഡൺ ദാറ്റ് ടു എനി അതർ വുമൺ ഇൻ ഹിസ് ലൈഫ് എക്സെപ്റ്റ് ടു ഹിസ് വൈഫ്. അതായത് നമ്മളിപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ വൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് അത്രയും സ്വാതന്ത്ര്യമുണ്ട്, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു ഡിസ്പ്ലേസ്മെന്റ് പോലെയാണ്. അതായത് അവരുടെ വീട്ടിൽ ഓഫീസിൽ നിന്ന് കിട്ടുന്ന ടെൻഷൻ, അല്ലെ പുറത്തുനിന്ന് കിട്ടുന്ന ടെൻഷൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് അവർ ഓട്ടോമാറ്റിക്കലി എവിടോട്ടെങ്കിലും അവർക്കത് ഡിസ്പ്ലേസ് ചെയ്യണം. അപ്പൊ മിക്കവാറും വൈഫായിരിക്കും അതിന്റെ ഇരയായി മാറുന്നത്. ഓക്കെ. അതിലാണ് അവർക്ക് ഈ മറ്റേ അബ്യൂസും ഡൊമസ്റ്റിക് അബ്യൂസും ഒക്കെ വരുന്നത്. അത് ലൈക്ക് എല്ലാം ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഈ ഡൊമസ്റ്റിക് അബ്യൂസും വയലൻസും അവർക്ക് വേറെ എന്തെങ്കിലും അണ്ടർലൈൻ പ്രശ്നം ഉള്ളത് കൊണ്ടും വരാം. അതായത് നമ്മൾ പറയല്ലോ പല പേഴ്സണാലിറ്റി പ്രോബ്ലംസ് കാരണം കൊണ്ട്, ഇപ്പൊ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവര്, അപ്പം അവിടെ അബ്യൂസ് എന്ന് പറയുന്ന അവരുടെ ആൻസൈറ്റിയോ. ഡോക്ടർ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് നാർസിസിസ്റ്റ് ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? ഇസ് ഇറ്റ് ലൈക്ക് ഞാൻ എന്ന അഹംഭാവം മാത്രമാണോ, എന്നെ എന്നുള്ളതാണോ? കാരണം ഇറ്റ് ഈസ് കമ്പയർഡ് ടു ദ മിറർ റിഫ്ലക്ഷൻ ആയിട്ടാണല്ലോ സൈക്കോളജിയിൽ പറയപ്പെടുന്നത്. അത് ഡോക്ടർ ചുരുക്കത്തിൽ ഒന്ന് ക്ലിയർ ആക്കി. അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടെ ഒരു സെൽഫ് സെന്റേർഡ് ആയിരിക്കും. അവർക്കാണ് എല്ലാത്തിനകത്തും ഒരു ഇമ്പോർട്ടൻസ്. സെൽഫിഷ് ആണോ അവര്? അതെ, കുറച്ചൊക്കെ അവരൊരു സെൽഫിഷ് ആണ്. ഓക്കെ, ഞാൻ എന്ന അഹംഭാവമാണ്. അപ്പൊ അത് എന്നെ മാത്രം ഞാൻ സ്നേഹിക്കുന്നു എന്നുള്ള രീതിയിലാണോ, അതോ എങ്ങനെയാണ് ഡോക്ടർ? ബേസിക്കലി അവരവരെ മാത്രമാണ് സ്നേഹിക്കുന്നത്. അവർക്കെല്ലാം വെട്ടിപ്പിടിക്കണം, എല്ലാം അവരുടേതാകണം, എല്ലാം അവരുടെ കാൽച്ചോട്ടിലാകണം എന്നുള്ളൊരു ഒരു ഇതാണ്. അതൊരു പേഴ്സണാലിറ്റിയാണ്. അതായത് അപ്പം അവർക്ക് അതിന്റെ ചുറ്റിൽ അപ്പൊ അവർക്ക് വരുന്നവരെ എല്ലാരും അവര് അടിച്ചമർത്തി അവർ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതിനകത്ത് അവർ ബേസിക്കലി പറയുന്നത്. നമുക്ക് പല ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ളവർ തന്നെ. അതെ, ഓക്കെ. സോ അതായത് അവരുടെ നോഷൻസ്, അവരുടെ വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ അത് മാത്രമാണ് കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ അങ്ങനെയുള്ളവരെ ഹൗ ഡു വി ട്രീറ്റ്? സൈക്കാട്രിസ്റ്റ് ക്യാൻ ബ്രിങ് ദം ലൈക്ക് അങ്ങനെയുള്ളവരെ നമുക്ക് ട്രീറ്റ്മെന്റ് ഭയങ്കര പാടാണ്. ബിക്കോസ് ഒന്നാമത് അവർക്ക് അതിനകത്തൊരു ഇൻസൈറ്റ് ഇല്ല. Definitely, when they don't have an insight into their problem, ഞാനാണ് ശരി പിന്നെ ഡോക്ടർ പറയാൻ ഞാൻ എന്തിനു? അവർക്ക് അതൊരു അവർക്ക് ഒരിക്കലും അവർ അത് അക്സെപ്റ്റ് ചെയ്യില്ല, ഒരു അക്സെപ്റ്റൻസ് ഇല്ല. Definitely they will not come to a psychiatrist because like they feel that they are right. Why should I go to a psychiatrist? I am correct. അവരെ തന്നെ നശിപ്പിക്കാനുള്ള ചാൻസും കൂടുതലല്ലേ ഡോക്ടർ? Definitely. Okay.
ഇറ്റ്സ് ക്വൈറ്റ് ഹ്യൂമൻ മൈൻഡ് Human mind. സോ കോംപ്ലിക്കേറ്റഡ് ബിയോണ്ട് അണ്ടർസ്റ്റാൻഡിങ്. ബിക്കോസ് മേ ബി നമ്മൾ ഇവിടെ ഒരു പേഴ്സണാലിറ്റിക്ക് നമ്മൾ പറയും ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലെ നമ്മുടെ റേസിങ്സ് ഇതൊക്കെ നമ്മളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് parent especially the teachers, the surroundings has a big impact on friends, peer pressure. എല്ലാ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന് നല്ലൊരു റോൾ ഉണ്ട്. അപ്പം ആ ഒരു കുട്ടിക്ക് നല്ലൊരു അഡിക്വേറ്റ് എൻവയോൺമെന്റും സപ്പോർട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഏത് രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടും അത് പോകാം. ഓക്കെ. ആൻഡ് അത് പിന്നെ വലിയ ദുരന്തത്തിലും ചെന്ന് എത്താം. അതായത് ഒരു കുട്ടി ചിലപ്പോൾ വളർന്നു വരുന്ന സമയത്ത് കുറച്ചൊരു അതിന്റെ ബിഹേവിയറിൽ കുറെ ചേഞ്ചസ് ഒക്കെ വരാം. ടാൻട്രംസ് കൂടുതലാണ്. നമ്മളിപ്പോൾ അതിന് ആദ്യം ഒരു ഒപ്പോസിഷണൽ ഡീഫിയന്റ് ഡിസോർഡർ എന്ന് പറയും. അവിടുന്ന് അതൊരു കോണ്ടാക്ട് ഡിസോർഡറിലേക്ക് പോകാം. ഇവിടെയൊക്കെ നമ്മൾ അത് ഇന്റർവീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഭാവിയിലെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് സീരിയൽ കില്ലേഴ്സ് പലവരും പറയുന്നത് എന്റെ ചൈൽഡ്ഹുഡ് ട്രോമയാണ്, എന്റെ ഫാമിലി വാസ് ബ്രോക്കൺ, ഞാൻ ഇത് കണ്ട വളർന്ന ട്രോമയാണ് ഞാൻ കണ്ടത്, ടോർച്ചറാണ് ഞാൻ കണ്ടത്, ദാറ്റ് ഇൻസ്പയർഡ് മീ. പിന്നെ ഐ തിങ്ക് ഡോക്ടർ യുഡ് അഗ്രി, ഒരു കൊല ചെയ്ത് പിടിക്കപ്പെടാണ്ടാവുമ്പത്തേന് പിന്നെ അവർക്ക് അതൊരു മോട്ടിവേഷൻ, ഒരു ഹരം പോലെയോ ഒരു അഡിക്ഷൻ. നോ ഫിയർ അല്ലേ? വാവ്. പക്ഷെ ഡോക്ടർ അത് ഡീൽ ചെയ്യുന്നവര് ഫോറൻസിക് സൈക്യാട്രി. ഓക്കെ, അത് ഡോക്ടർ സബായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. നൗ ഡോക്ടർ ഡോപ്പമിനെ പറഞ്ഞ സ്ഥിതിക്ക് ഓക്കെ അറിയാം, ഡ്രഗ്, സിന്തറ്റിക് ഡ്രഗ്, മജ്വാന, വാട്ട് നോട്ട്, ഓക്കെ, കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് ഇപ്പം വൈബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് കുറച്ചു പേര് അതിനെ ന്യായീകരിക്കുന്നുണ്ട് മെഡിസിനൽ യൂസിനാണെന്ന്. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ആസ് എ സൈക്കാട്രിസ്റ്റ്? നമ്മൾ പറയല്ലേ അധികമായ അമൃതം വിഷമാണെന്നുള്ളത്. സെയിം ലൈക്ക് ദാറ്റ് ഇപ്പൊ കനാബിസിനെ നമ്മൾ ട്രീറ്റ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മളത് അക്സെപ്റ്റഡ് ആണ്. പക്ഷെ അവിടെ നിന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മോണിറ്റർഡ്, ഇറ്റ് ഈസ് ഗിവൺ ബൈ എ ഹെൽത്ത് പ്രൊഫഷണൽ അണ്ടർ ദ സൂപ്പർവിഷൻ. അവിടെ ഡോസും എല്ലാം ഉണ്ട്. അത് അവർക്ക് മോണിറ്റർ ചെയ്തിട്ടുള്ള ഒരു ഡോസാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോ പെയിനിന് നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുക്കും. നമ്മളിപ്പം ടെർമിനൽ ഇൽനെസ് ഉള്ളവർക്ക് നമ്മൾ മോർഫിൻ കൊടുക്കും, അല്ലെങ്കിൽ ബാക്ക് പെയിൻ ഉള്ളവർക്ക് നമ്മൾ പ്രീഗബാലിൻ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ട്രമഡോൾ കൊടുക്കും. ഇതൊക്കെ ഒരു ഡോക്ടർ മോണിറ്റർ ചെയ്ത് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കുന്നതാണ്. പക്ഷെ ചില സമയത്ത് ആൾക്കാർ ഇതിനെ മിസ്യൂസ് ചെയ്യും. അവരൊരു റെക്രിയേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യും. അപ്പം അതൊരു അഡിക്ഷൻ ആണ്. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദ ഹെൽത്ത്. ഇത് ഫിസിയോളജിക്കലി എന്ത് ചെയ്യുന്നു ഡോക്ടർ? നമ്മളിപ്പം എന്ത് ഡ്രഗ്സ് എടുത്താലും ഈ ഡ്രഗ്സിന് നമ്മുടെ ബ്രെയിനിൽ നല്ലൊരു എഫക്റ്റ് ഉണ്ട്. അതായത് യൂഫോറിയ, നോളജിന്റെ വൈബ്. അതെ. അപ്പൊ അതൊരു എക്ടസി, അതാണ് എല്ലാവർക്കും വേണ്ടുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു സബ്സ്റ്റൻസ് നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ റിവാർഡ് പാത്വേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിൽ ഒരു പാത്വേ അതിനെ പോയി ആക്ടിവേറ്റ് ചെയ്യും. ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഡോപ്പമിന്റെ റിലീസ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഡോപ്പമിൻ, അതല്ലേ നമ്മൾ പറയുന്നത്, നമുക്ക് സ്ട്രെസ് ആയിരിക്കുമ്പോൾ എനിക്ക് ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഐസ്ക്രീം കഴിക്കണം, സ്ട്രെസ് ഈറ്റിംഗ്. ജസ്റ്റ് ബിക്കോസ് അവിടെ ഇത് തന്നെയാണ് നടക്കുന്നത്. എനിക്കത് ലേസ് ആയിരുന്നു പണ്ട്. സ്ട്രെസ് എല്ലാം തീർന്നു, അയ്യോ ബ്ലോട്ടിങ്. ചിലവർ ഈ ഓടാൻ പോകും, എക്സസൈസിന് ഭയങ്കര ഇഷ്ടമുള്ളവർ എന്ന് പറഞ്ഞാൽ സ്വിം ചെയ്യാൻ പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കതൊരു റെക്രിയേഷണൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഡോപ്പമിൻ ഒരു റിലീസ് വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു കൺട്രോൾ ലെവലിലാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഡ്രഗ്സ് അതായത് അൺകൺട്രോൾ ലെവലിൽ എടുക്കുമ്പോൾ അതായത് ഒരു 2 times വരേണ്ട ഡോപ്പമിൻ ചിലപ്പോൾ ഒരു 10,000 times ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മുടെ സ്കിസോഫ്രീനിയ സൈക്കോസിസിൽ ഇതുപോലെയാണ്, അൺകൺട്രോൾ ഡോപ്പമിൻ റിലീസ് ആണ് നടക്കുന്നത്. അപ്പം ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിനെ താളം തെറ്റിക്കുകയാണ് ചെയ്യുന്നത്. വേൾഡിൽ ഞെട്ടിച്ച എല്ലാ സീരിയൽ കില്ലേഴ്സിലും ഒരു ഒട്ടുമിക്ക ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഡോക്ടർ സ്കിസോഫ്രീനിയ എവിടെയെങ്കിലും കാണാം. അതിൽ കുറച്ചുപേര് ഡയഗ്നോസ്ഡ് ആണ്, കുറച്ചുപേര് അല്ലതാനും. ഇപ്പൊ യോർക്ക്ഷയർ റിപ്പറും അങ്ങനെയൊക്കെ. അപ്പൊ ബിക്കോസ് അവിടെ ഒരു സ്കിസോഫ്രീനിയ എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു വേറൊരു വേൾഡിലാണ്. ഇത് നമ്മൾ അവര് മെനഞ്ഞൊരു ലോകമാണോ? അവര് മെനഞ്ഞ ലോകമല്ല. അവർക്ക് ഈ ഡോപ്പമിന്റെ അതായത് അമിതമായിട്ടുള്ള ഉൽപാദനം കാരണം കൊണ്ട് അവർക്ക് ലൈക്ക് നമ്മൾ രണ്ടുപേരും ഇരിക്കുവാണെങ്കിൽ ഇപ്പൊ എനിക്ക് സ്കിസോഫ്രീനിയ ഉണ്ടെങ്കിൽ എനിക്ക് അപ്പു പറയുന്ന കേൾക്കാൻ പറ്റില്ല, ഞാൻ വേറൊരു വേൾഡിലായിരിക്കും. എന്റെ സൈഡിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരിക്കും. അപ്പു എന്നോട് സംസാരിക്കുന്ന അതേ ക്ലാരിറ്റിയിലും ഗാംഭീര്യത്തിലും ഒരു 2 or 3 പേര് എന്നെ കുറിച്ച് ഡിസ്കസ് ചെയ്യുവോ അല്ലെ എനിക്ക് റണ്ണിങ് കമന്ററി തന്നുകൊണ്ടിരിക്കുക ചെവിക്കകത്ത് ചെവിയിൽ കൂടെ ഞാൻ കേട്ടോണ്ടിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിക്കാം, നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു. പക്ഷെ ഇതിനെ കടത്തി വെട്ടി ഇവിടെ വന്ന ഒരാൾ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പു എന്നെ ശ്രദ്ധിക്കുക, സൗണ്ടിനെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ സൗണ്ട് പറയാണ്,
നീ ഇപ്പൊ ഇരിക്കുന്നത് ഡോക്ടർ ബിനോയുടെ കൂടെ അല്ലേ, അപ്പൊ ബിനോ പുള്ളിക്കാരത്തി നിനക്കെതിരെ എന്തോ എന്താണ് പ്ലാൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് എന്തോ ഒരു നിങ്ങൾക്കെതിരായിട്ട് എന്തോ ഒരു ടീമുണ്ട്, അവരെ വിളിച്ചോണ്ടിരുന്നത് നിങ്ങളെ കൊല്ലും. അപ്പൊ ഡെഫിനറ്റ്ലി ഈ വോയിസിന് നല്ല കൺട്രോൾ ഉണ്ട്. അപ്പൊ അവർ ആ വോയിസിൽ ആക്ട് ചെയ്യും. അതാണ് അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഡെലൂഷൻസ്, അതായത് ഭയങ്കര അതിനെ അവർ ആ ഒരു വിശ്വാസത്തിൽ ഓർച്ചു നിൽക്കും. നമ്മൾ ഡെലൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഒരു ബിലീഫ് ആയിരിക്കും. പക്ഷെ നമ്മൾ അത് കറക്റ്റ് അല്ല എന്ന് എത്ര കാണിച്ചാൽ അവർക്ക് അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ അതിൽ തന്നെ ഓർച്ചു നിൽക്കും. അവർ പറയും ഇല്ല ഇത് കറക്റ്റ് ആണ്, ബിക്കോസ് അവർ വോയിസ് കേൾക്കുന്നുണ്ട്. സോ അവർക്ക് എങ്ങനെ പറയാൻ പറ്റും അത് തെറ്റാണ്? ഇതും സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയും എല്ലാം രണ്ടാണ്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ല നമ്മുടെ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഇവൻ മോർ ഡേഞ്ചറസ് ആണോ? അല്ല, അതൊക്കെ നമ്മളൊരു പേഴ്സണാലിറ്റി ഡിസോർഡറിനകത്ത് വരുന്നത്. നമ്മളിപ്പോ മിക്സഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഈസി ടു കറക്റ്റ് പ്രാക്ടീസിൽ നോക്കുകയാണെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ഹിസ്റ്ററി, നമ്മുടെ പല പ്രോഗ്നോസിസ് ഫാക്ടേഴ്സ് എല്ലാം ഉണ്ട്. ഇപ്പൊ സ്കിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ ഒരു ലൈക്ക് അത്യാവശ്യം ഒരു 80% ആൾക്കാർക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. വളരെ ചുരുക്കം പേർക്കാണ് ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് സ്കിസോഫ്രീനിയയിലേക്ക് പോകുന്നത്. അതിനും നമുക്കിപ്പോ കുറെ മെഡിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അടുത്ത തരത്തിലുള്ള തെറാപ്പീസ് ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. നമ്മൾ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതായിരുന്നു എന്നെ ഇൻസ്പയർ ചെയ്തത്. ഇഫ് യു ടേക്ക് ദ മെഡിസിൻ ദർ ഇസ് എ ക്യൂർ ഫോർ. റൈറ്റ് ഗൈഡൻസ് കിട്ടിയാൽ ഇവരും രക്ഷപ്പെടും. ഡോക്ടർ, ചുരുക്കത്തിൽ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്നത് 2 പൊളാരിറ്റിയാണ്. അതായത് ഡിപ്രഷൻ എന്ന് പറയുന്ന താഴ്ന്നു കിടക്കുന്നത്, നമ്മുടെ ഒരു നോർമൽസി എന്ന് പറയുന്നത് നോർമൽ ലൈൻ ഉണ്ടാവും. അപ്പൊ അതിന്റെ താഴോട്ട് പോകുന്നത് ഡിപ്രഷനും അതിന്റെ മേളിൽ പോകുന്ന ഹൈപ്പോമേനിയ, മേനിയ. അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു നോർമൽസി കൂടാണ്. ചിലപ്പോൾ നമുക്ക് ചെറിയൊരു അപ്സ് ആൻഡ് ഡൗൺസ് കാണും, നോർമൽ. പക്ഷെ നമ്മളൊരു കൂപ്പ് കുത്തി താഴോട്ട് വീഴുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഡിപ്രസീവ് ഫേസ്. അതുപോലെ തന്നെ അവർ അതിന്റെ മേളിലോട്ടും പോകും, ഹൈപ്പോമേനിക് മീൻ. ഈ 2 എണ്ണം വന്നാൽ മാത്രം നമുക്ക് അതിനൊരു ബൈപോളാർ എന്ന് പറയത്തുള്ളൂ. അതായത് അവർ 2 പോളിലും പോകുന്നു. അല്ലെങ്കിൽ എക്സ്ട്രീം വേണമെന്നില്ല, ഡിപ്രഷൻ വിത്ത് അതൊരു ഹൈപ്പോമേനിയ ആയാലും മതി. അത് ശരി, ഓക്കെ. അങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതും ഉണ്ട് അല്ലെ? അങ്ങനെ ട്രീറ്റബിൾ? ബൈപോളാർ ഇസ് ട്രീറ്റബിൾ. അതൊരു ക്രോണിക് ഡിസോർഡർ ആണ്. 3 എന്ന പടത്തിൽ ധനുഷ് ലാസ്റ്റ് പോയിട്ട് ഇങ്ങനെ വെച്ചിട്ട് കൊല്ലണോ വേണ്ടയോ കാണുമ്പോൾ this is what the social media or the movie plays a very crucial role. അത് നമ്മൾ ഇഷ്ടമുള്ള ഒരു നടൻ അത് ചെയ്യുമ്പോൾ ഡോക്ടർ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ. എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമുണ്ട്. അത് നമ്മളൊരു തെറ്റിദ്ധാരണയാണ് വരുത്തുന്നത്. അതായത് ട്രീറ്റ്മെന്റ് ഇല്ല, കൊല്ലും അങ്ങനെ ആവുമ്പത്തേനും നമുക്കിപ്പോ ബൈപോളാർ കേസസ് ആയിട്ട് വന്ന പേഷ്യൻസില് ഡോക്ടർ ട്രീറ്റ് ചെയ്യും എത്ര പേഷ്യൻസിനെ, എല്ലാരും അത് കറക്റ്റ് ആയിട്ടേ പോകത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ റെസിസ്റ്റന്റ് കേസസ് നമുക്ക് വരാം, പക്ഷെ അത് വളരെ ചുരുക്കം കേസസ് ആയിരിക്കും. ഇപ്പൊ എല്ലാത്തിനും വരുമല്ലോ, പക്ഷെ അതിനകത്ത് പോലും ഇത്ര ഒരു എക്സ്ട്രീം ആയിരിക്കത്തില്ല. ഇവിടെ പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് മെഡിക്കേഷൻ ഉണ്ട്, പിന്നെ അവർക്കൊരു നല്ല സൈക്കോതെറാപ്പി വേണം, നല്ല ഫാമിലി സപ്പോർട്ട് വേണം, നല്ലൊരു എൻവയോൺമെന്റ് വേണം. ഇതെല്ലാം ഒരു ക്രൂഷ്യൽ റോളാണ് ഇതിനകത്ത്. ഇവിടെ എവിടെയെങ്കിലും ഒരു പാളിച്ച വന്നു കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി അതിനകത്ത് അതിന് മേജർ കോൺസിക്വൻസസ് ഉണ്ടാകും. ഓക്കെ, പക്ഷെ ഡോക്ടറിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ളവർ റിക്കവർ ആയി വന്നിട്ടുണ്ട് അല്ലെ? സോ ദാറ്റ്സ് ഗ്രേറ്റ് ന്യൂസ്. കാരണം ഇതൊക്കെ മൂവീസിൽ കാണുമ്പോൾ ലാസ്റ്റ് ഹീറോ ആയാലും വില്ലൻ ആയാലും പിന്നെ അയാൾ ഉണ്ടാവില്ല, ഇത് കഴിഞ്ഞു, അയാളെ കൊന്നു. അതാണ് മൂവീസ് നമുക്കൊരു തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അത് പാസ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ പ്രശ്നം. അതുകൊണ്ടാണ് ആൾക്കാർക്ക് പേടി. അതായത് പലരും അതിന് എനിക്ക് ബൈപോളാർ ആണ്, എന്റെ ജീവിതം തീർന്നു. അങ്ങനെയല്ല, അവർക്കും ഒരു നോർമൽ ലൈഫ് ഉണ്ട്. പക്ഷെ അവർ ആ മെഡിസിൻ എടുത്ത് അത് പ്രോപ്പറായിട്ട് അതിനെ അവർ പോവുകയാണെങ്കിൽ ഗൈഡൻസിൽ പോവാണ്. അതൊരു പ്രൊഫഷണൽ ഗൈഡൻസ്. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഇഫ് യു ഗോ ടു സംബഡി ഹു ഇസ് നോട്ട് ക്വാളിഫൈഡ്, യുനോ, ഒത്തിരി പേര് അതിനെ പുറത്തുമുണ്ട്. അതായത് അവർ ക്വാളിഫൈഡ് അല്ലെങ്കിൽ പോലും അവരാ ഞങ്ങൾ ക്വാളിഫൈഡ് ആണ് സോ കോൾഡ് എന്ന് പറഞ്ഞിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ ലൈഫും ശരിയാവില്ല. പക്ഷെ അവരൊരു പ്രോപ്പർ ഒരു പ്രൊഫഷണൽ, ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ ഹാവ് എ നോർമൽ ലൈഫ് ലൈക്ക് ബോത്ത് ഓഫ് us. അതാണ് അതിനകത്തുള്ളൊരു മെയിൻ ഇതെന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ വെരി എന്താ പറയാ സ്ട്രോങ് ബിറ്റ് ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഐ എം ഷുവർ മെനി പീപ്പിൾ ഡോണ്ട് നോ. നൗ ഡോക്ടർ, നമ്മൾ ഡിസ്കസ് ചെയ്ത് നൗ മൂവിങ് ഓൺ ടു റിലേഷൻഷിപ്സ്. ഇപ്പം അവിഹിതത്തിന്റെ കാലഘട്ടമാണ്. ഓക്കെ, മാരേജ് എന്ന് പറയുന്നത് സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ പോലെയാണ്. അതിനുശേഷം ഹസ്ബൻഡിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും, വൈഫിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ചില വൈഫ് അല്ലെങ്കിൽ ഭർത്താക്കന്മാര് വൈഫിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി സെറ്റ് ആക്കുന്നു അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്നു. മേ ബി ഞാൻ ഗുഡ് ഇനഫ് അല്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നു. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട്
ദേ കം. ഇത് ഞാൻ ഡോക്ടറോട് പറഞ്ഞല്ലോ, ഞാനൊരു 50ഓളം ആൾക്കാരോട് പേഴ്സണലി അപ്രോച്ച് ചെയ്ത്, കാരണം സൈക്കാട്രി എന്താണെന്നുള്ള ഒരു ക്ലാരിറ്റി ഇപ്പോഴും കുറെ പേർക്കില്ല, ഓപ്പൺലി സ്പീക്കിംഗ്. ഐ ഷുവർ യു വുഡ് അഗ്രി വിത്ത് ഇറ്റ്. പക്ഷെ ഡോക്ടറിന്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് അവരുടെ സർക്കിളിൽ പോയി പറഞ്ഞ് പിന്നെ മെനി ഓഫ് ദം ആർ പ്രോബബ്ലി അപ്രോച്ചിങ് യു റൈറ്റ് നൗ. ഡോക്ടർ മൾട്ടിപ്പിൾ നാഷണാലിറ്റീസിനെ ഇപ്പം പേഷ്യൻസ് ആയിട്ട് ഡോക്ടറിനുണ്ട്, ആൻഡ് യു ഹെൽപ്പിംഗ് ദം. മെനി ഓഫ് ദം ഹാവ് റിക്കവേർഡ്, താങ്ക് ഗോഡ്. അപ്പം ഈ അവിഹിത കാലഘട്ടത്തില് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ഇത്, വാട്ട് യു തിങ്ക് ഡോക്ടർ ഇസ് എ മെയിൻ ട്രിഗർ ഫോർ ഓൾ ഓഫ് ദിസ്? ലൈക്ക് ഇപ്പൊ നമുക്കൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിന് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് എന്താണെന്നുള്ളത്, അതായത് ചില സമയത്ത് ഇപ്പം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ കാരണം കൊണ്ടായിരിക്കാം, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിൽ നമ്മൾ പറയുമല്ലോ, അതായത് അവർക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് കാണാം, അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആയിരിക്കും. ബിക്കോസ് അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇല്ലാത്തതോടെ, അല്ലെങ്കിൽ അവരുടെ റെഡ്യൂസ് സെൽഫ് എസ്റ്റീം കാരണം കൊണ്ട്, അല്ലെങ്കിൽ ക്രോണിക് ഫീലിംഗ് ഓഫ് എംപ്റ്റിനെസ്. അപ്പൊ അവർക്ക് ആരെങ്കിലും കുറച്ചൊരു സ്നേഹം കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ അടുത്തോട്ട് പോകാനോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ ഉള്ളൊരു ടെൻഡൻസി ഭയങ്കര ഹൈ ആയിരിക്കും. സെയിം ലൈക്ക് ദാറ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ട്, അപ്പൊ നമ്മൾ ഹൈപ്പോമേനിക് സ്റ്റേറ്റിൽ നമുക്കൊരു സെക്ഷൽ ഇൻട്രസ്റ്റ് ഹൈ ആയിരിക്കും. അപ്പം അവരുടെ ആ ഒരു സ്റ്റേറ്റ് കാരണം കൊണ്ടായിരിക്കും. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ ഇതുപോലെ തന്നെ. പിന്നെ ചിലപ്പോൾ ഈ ഡ്രഗ്സ് എടുക്കുന്നവർക്ക് ആ അണ്ടർ ദ ഇൻഫ്ലുവൻസ്. പിന്നെ ഇതല്ലാതെ ചിലവരുടെ അത് ഓരോരുത്തരുടെ ഓരോ ലൈക്ക് അവരുടെ ഒരു അവരുടെ പേഴ്സണാലിറ്റി ആയിരിക്കാം, അവർക്ക് അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ലൈക്ക് പാർട്ട്നേഴ്സിലേക്ക് പോകും. അതിപ്പോ ആരുടെയും കുറവ് കൊണ്ടോ കുറവില്ലായ്മ കൊണ്ടോ അല്ല, നല്ല ഐഡിയൽ കപ്പിൾസ്, ഐഡിയൽ മാരേജിനകത്താണെങ്കിൽ ഇത് സംഭവിക്കുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് നമ്മൾ അതിനകത്ത് പല ഫാക്ടേഴ്സ് കാണും, നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യണം കറക്റ്റ് ആയിട്ടുള്ള റീസൺ. പിന്നെ അത് കൂടാണ്ട് ഡോക്ടറെ ചിലരുണ്ട് അവര് പ്രോപ്പർ, അതായത് ഫോർ എക്സാമ്പിൾ നോട്ട് ജസ്റ്റ് ബീങ് ജെന്റ് ഓർ ലേഡി എന്നല്ല, അവർ പ്രോപ്പർ ആയിട്ട് ആ ഹസ്ബൻഡോ വൈഫിന്റെ റോളോ അല്ലെങ്കിൽ മദറോ ഫാദറിന്റെ റോളോ കറക്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷേ സൈഡ് ബൈ സൈഡ് ഈ ഒരു അവരൊരു വീക്ക്നെസ് പോലെയാണ്, ഒരു ഹിഡൻ സീക്രട്ട് പോലെ. അതിനകത്ത് അവർക്ക് എന്തോ ഒരു, നമ്മളിപ്പോ പറഞ്ഞ ഒരു അഡിക്ഷൻ പോലെയാണ്. അവർക്ക് അത് ചെയ്യുമ്പം ഒരു പ്ലഷർ, ഒരു അഡിക്ഷൻ. ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ എന്തെങ്കിലും മാറും? അതൊരു ഇമ്പൾസീവ് ബിഹേവിയർ ആണ്. നമ്മളിപ്പം അത് ആ പേഷ്യന്റ് തീരുമാനിക്കണം. അതിനകത്തൊരു ഇൻസൈറ്റ് വേണം, പേഷ്യന്റ് ഡിസൈഡ് ചെയ്യണം. അത് അല്ലാതെ നമ്മൾക്ക് ഇപ്പൊ എത്ര പറഞ്ഞാലും അല്ലെ ഫാമിലി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറയില്ല. ഇപ്പൊ ഒരാൾ ഒരു സ്മോക്കിംഗ് ചെയ്യുന്നു, അപ്പം നമ്മൾ ആ സ്മോക്ക് ചെയ്യുന്ന ആളുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്. അതായത് ആള് തീരുമാനിക്കണം ഞാൻ ഈ സ്മോക്കിംഗ് നിർത്തണം എന്നുള്ളത്. നമുക്കിപ്പോ ഡി അഡിക്ഷന് നാട്ടിൽ വെച്ചിട്ടൊക്കെ കുറെ പേഷ്യൻസിന് ആൽക്കഹോൾ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള സബ്സ്റ്റൻസിനാണെങ്കിലും വീട്ടുകാരും ഫാമിലിയും ഒക്കെ പിടിച്ചോണ്ട് വരും. അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ചോയ്സ് അല്ല, അവര് വീട്ടുകാരുടെ നിർബന്ധത്തിനായിരിക്കും വരുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ അവരവിടെ നിൽക്കും ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഉടനെ പലരും കുപ്പിയും മേടിച്ചോണ്ടായിരിക്കും പോകുന്നത്. കാര്യം അവരുടെ വാശിയാണ് വീട്ടുകാരുടെ അടുത്ത്. അപ്പൊ നമ്മളുടെ ഒരു ഡിസിഷനാണ്, അതിനാണ് നമ്മൾ അവിടെ വരുമ്പോൾ തന്നെ ഒരു വിഡ്രോവൽ മാനേജ്മെന്റ് മോട്ടിവേഷൻ നമ്മൾ കൊടുക്കും. അതായത് നിന്റെ ആൽക്കഹോൾ എന്തുകൊണ്ടാണ് നീ എടുക്കുന്നത്, ഇതെന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇൽ എഫക്ട് ഉണ്ടാകുന്നത്, എങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യും അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ റിലാപ്സ് പ്രിവെൻഷൻ കൊടുക്കും. ഇതിനകത്ത് പേഷ്യന്റിന്റെ സൈഡിൽ നിന്നും ഒരു ഇൻട്രസ്റ്റ് വേണം. അല്ല അതില്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ എന്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇൻസൾട്ട് ആണ് മുരളി, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് പ്രാവർത്തികമാവില്ല. ആസ് ലോങ് ആസ് ഹി ഡിസൈഡ്സ്. സ്വയമേ ഒരു തോന്നലില്ലാണ്ട് എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ലാത്ത അവസ്ഥയാണ്. നൗ ഡോക്ടറെ, നമ്മുടെ ഈ റിലേഷൻഷിപ്സിന്റെ ഒരു കാലഘട്ടമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് വൺ വെരി ക്യൂരിയസ് ക്വസ്റ്റ്യൻ. 90s കിഡ്സിന് ഇതൊന്നും അറിയില്ല, അല്ലെങ്കിൽ അവരാണ് അത് പതിച്ചു പോയത്. 2K കിഡ്സ് കുറച്ചും കൂടെ മോഡേൺ ആണ്. ബട്ട് ഐ തിങ്ക് പേഴ്സണലി 90s കിഡ്സ് കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിരുന്നു. ഐ മീൻ ലൈക്ക് നമുക്ക് കുറച്ചും കൂടെ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ റെസ്പെക്ട്ഫുൾ ഇതുണ്ടായിരുന്നു. ബട്ട് 2K ഇസ് ലൈക്ക് എന്തും ആയിക്കോട്ടെ ഞാൻ എന്റെ വൈബായിട്ട് പോകും എന്നുള്ളൊരു രീതിയിൽ. ബിക്കോസ് 90s കിഡ്സ് ആ ട്രാൻസിഷൻ ഫേസിൽ കൂടെ വന്നതാണ്. കറക്റ്റ്. അവർക്ക് ആ ട്രാൻസിഷൻ ഉണ്ട്, എന്തായിരുന്നു ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ളത്. അതായത് ഇപ്പം സോഷ്യൽ മീഡിയ, AI, ഇതിനൊക്കെ മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ഈ പറയുന്ന പോലെ നമ്മുടെ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന പോലെ വെളിയിൽ കളിക്കുന്നത്, മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കാലഘട്ടം, TV ഇല്ലാത്തൊരു കാലഘട്ടം, അത് ദൂരദർശനേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു മൂവി കാണാനെ പരസ്യം കണ്ട് മൂവി കണ്ടിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക്, അതായത് എനിക്കൊരു കുട്ടിയുണ്ട് 3 year old, എന്റെ മോൾ. അവൾക്ക് പറയുമ്പോ തന്നെ 100 വാട്ട് ബൾബാണ്. ബിക്കോസ് അതിലേക്ക് നമുക്ക് ലാസ്റ്റ് കിടക്കാം. അപ്പം അവൾക്ക് ഇപ്പൊ നമ്മളിപ്പോ അവൾക്ക് ടിവിയിൽ സിനിമ ഒന്നും കാണുന്ന ഇഷ്ടമല്ല, അല്ലെങ്കിൽ ടിവിയിൽ അവൾക്കൊരു കാണുന്ന ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ്? അതിനകത്ത് പരസ്യം വരും. മൊബൈൽ കൊടുക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ കൊടുക്കില്ല, ആസ് എ ഡോക്ടർ നമ്മളത് കൊടുക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ കുട്ടി തന്നെ ഇപ്പൊ നമുക്ക്
അവർക്കൊരു കുറച്ചൊരു സ്ക്രീൻ ടൈം കൊടുക്കുമ്പോഴും അവരുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് മൊബൈലാണ്. എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ആകുമ്പോൾ അവർക്ക് സ്ക്രോൾ ചെയ്യാം, അവർക്ക് മാറ്റിക്കൊണ്ടേയിരിക്കാം. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾക്ക് അന്ന് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. യു ഹാവ് ടു സിറ്റ് ത്രൂ ദ എൻറ്റയർ എന്താണ് പരസ്യം ഒരു ഫുൾ മൂവി കാണണമെങ്കിൽ. അപ്പൊ നമുക്ക് അവിടെ കുറച്ചുകൂടെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ കുട്ടിക്കാലത്തൊക്കെ ഓവർ ടേബിൾ കോൺവെർസേഷൻസ് ഒക്കെ ഇല്ലേ ഡോക്ടർ? അന്ന് കറണ്ട് കട്ട്, ഇലക്ട്രിസിറ്റി പോകുമ്പോൾ എല്ലാരും കൂടെ കൂടിയിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. അപ്പം അന്നത്തെ കുട്ടികൾ ഈ ഒരു ട്രാൻസിഷൻ ഫേസിൽ കൂടെ വന്നാണ് വാല്യൂസ് എന്താന്നുള്ളത് അറിയാം. പക്ഷെ ഇപ്പോഴത്തെ ഒരു കുട്ടികൾ എന്ന് വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, അവർ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇപ്പൊ സൂയിസൈഡൽ ടെൻഡൻസീസ് എല്ലാം ഭയങ്കര കൂടുതൽ. അവർക്ക് റിജക്ഷൻ, നോ പറ്റത്തില്ല. ഒരു നോ പറയുമ്പോഴത്തേക്ക് നാർസിസിസ്റ്റ് ബിഹേവിയർ, അവർക്ക് അതൊരു ഭയങ്കര അവരുടെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന പോലെ, അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നിട്ട് പിന്നെ അതുകൊണ്ട് പേരൻസിനും ഇപ്പോഴത്തെ കാലത്ത് പേടിയാണ്. പണ്ടൊക്കെ പറയത്തില്ല ഒലയ്ക്ക് കടിച്ചായിരുന്നു വളർത്തുന്നത്, പക്ഷെ അങ്ങനെ അടിക്കുന്നത് ശരിയല്ല അല്ല. പക്ഷെ ഈ ശകാരിക്കുക നമ്മൾ പറയല്ലോ, ഒരു പേരന്റിങ്ങിനും ഉണ്ട്. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് പെർമിസീവ് പാരന്റിങ് ആയാലും കാര്യമില്ല, നമ്മളൊരു അതോറിറ്റേറ്റീവ് പാരന്റിങ് എന്ന് നമ്മൾ പറയും. നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് പോകണം. നമ്മൾ ഒരിക്കലും കുട്ടികളെ ഭയങ്കരമായിട്ട് ശകാരിച്ച് ചീത്ത വിളിച്ച് അങ്ങനെയല്ല കൊണ്ടുപോകുന്നത്. ഫ്രണ്ട് ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം നമ്മൾ അവരെ സപ്പോർട്ടും ചെയ്യണം. അവർക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരാൻ പറ്റണം. ഈ 90s കിഡ്സും 2K കിഡ്സിന്റെ ഒക്കെ റിലേഷൻഷിപ്സും മാരേജും ഒക്കെ വരുമ്പോഴത്തേനും അതിൽ ഒത്തിരി പ്രോബ്ലംസ് വരുന്നത് ഈ ഒരു റീസൺ കൊണ്ടാണ് ഡോക്ടർ തോന്നുന്നത്. വിച്ച് ഐ തിങ്ക് നോബഡി വിൽ നോ, ബിക്കോസ് രണ്ടും കൾച്ചറലി ഡിഫറെന്റ് ആണ്, ബ്രോട്ടപ്പ് ഡിഫറെന്റ് ആണ്, എല്ലാം കൊണ്ടും ഡൈവേഴ്സ് ആണ്. അപ്പൊ ഫാമിലി നോക്കുമ്പോഴത്തേന് എന്തായിരിക്കും, പ്രോബബ്ലി ദ ബോയ് ഇസ് ഫ്രം ദ 90s ആൻഡ് ദ ഗേൾ ഇസ് ഫ്രം ദ 2K, ആൻഡ് ദെൻ അതിനുശേഷം ഇവർ മാരേജ് ആകുമ്പോഴത്തേന് ആന ആടും പോലെയുള്ള വ്യത്യാസമായിരിക്കും ആറ്റിറ്റ്യൂഡിൽ. ഇത് വേണമെങ്കിൽ എന്റെ പുറകെ വാ, അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴത്തേന് പിന്നെ അവിടെ ഒരു മിസ്മാച്ച് ആവും. പിന്നെ മാരേജ് എന്ന് പറയുന്നത് തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫറൻസസ് ആണ്. അത് പോയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് മേലീഗോ തട്ടും, അല്ലെങ്കിൽ മൊത്തത്തിൽ അടിച്ചു പിരിയുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഡോക്ടർ കേൾക്കുന്നുണ്ടാവും സ്റ്റോറീസ് ഒരുപാട്. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? ഡോക്ടറിന് എന്താണ്? ലവ് മാരേജ് ആണെങ്കിലും കണക്കാണ്, അറേഞ്ച് ആണെങ്കിലും കണക്കാണ്, ഒന്നും നമുക്ക് മുൻകൂട്ടി ഇത് ചെയ്യാൻ പറ്റില്ല. വാട്ട് ഡു യു തിങ്ക് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ കേസ്? അവരവരുടെ വാശി വിട്ടുകൊടുക്കില്ല. ഇപ്പൊ 90s എനിക്ക് തോന്നുന്ന ഡോക്ടർ പേഴ്സണലി സെയിങ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, ഒന്ന് ഒതുങ്ങും, ലെറ്റ്സ് ഗിവ് എ ചാൻസ്, ലെറ്റ്സ് ട്രൈ എന്ന് നോക്കും. ബട്ട് ദേ ആർ നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പൊ അനിയത്തി ഞാനും അങ്ങനെയാണ്. അവള് 2K കിഡ് ആണ്, ഞാൻ 90s ആണ്. എന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല അവള് കുറെയൊക്കെ പ്രാക്ടിക്കലാണ്. ഞാൻ കുറച്ചും കൂടെ എംപത്തി, കുറച്ചും കൂടെ ഒരു സിമ്പത്തൈസ് ചെയ്യും, കുറച്ചും കൂടെ ഇത് ചെയ്യും. ഷീ ഈസ് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ. അപ്പം ഇതൊരു പാർട്ട്ണർഷിപ്പ് ആകുമ്പോഴത്തേന്, ലൈഫ് ലോങ് പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ ഡോക്ടർ ഊഹിക്കാം ഡെഫിനറ്റ്ലി അതിൻ്റെതായിട്ടുള്ള പൊരുത്തക്കേടുകൾ അവരുടെ ലൈഫിലേക്ക് വരാൻ പറ്റും. അതായത് അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ കുറച്ച്. അതായത് രണ്ടുപേരും മനസ്സിലാക്കണം, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എല്ലാം സഹിക്കണം എന്നുള്ളതല്ല, പക്ഷെ രണ്ടുപേരും മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. ബിക്കോസ് രണ്ടുപേരുടെയും ബ്രിങ്ങിങ് അപ്പ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും ഈ പറഞ്ഞ പോലെ. പക്ഷെ ഇത് ഫാമിലീസിന് മനസ്സിലാവും. അപ്പൊ ഡോക്ടറിന് അങ്ങനെയുള്ള ഫാമിലീസിനോട് കൊടുക്കാനുള്ള ഒരു, അതായത് ആ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക, അവരുടേതായിട്ടുള്ള ഫ്രീഡം കൊടുക്കുക. അതായത് നമ്മൾ പറയില്ല, അവരുടെ ഒരു 1 year ഓഫ് മാരേജ് അവർക്ക് സക്സസ് ആയിട്ട് കൊണ്ടുപോയാൽ അവർ കൊണ്ടുപോയിക്കോളും. അപ്പൊ ഇനിഷ്യലി അവരുടെ ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ അതിനകത്ത് ഓവർ ഇൻവോൾവ് ആയി അതിനെ നശിപ്പിക്കാതെ അവർക്ക് തന്നെ കൊടുക്കുക. ലൈക് ചില സമയത്ത് നമുക്ക് അത് ഇന്റർവെൻഷൻ ചെയ്യേണ്ടി വരും. കൂടുതലും നമ്മൾ കാണുന്നത് ആ ഒരു പേരന്റൽ ഇന്റർവെൻഷൻ, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തുള്ള ഒരു അതായത് ഏതെങ്കിലും ഒരാളുടെ, അതായത് ഏതെങ്കിലും ഒരു കപ്പിളിന്റെ ഫാമിലിയുടെ ഒരു ഇന്റർഫറൻസ് ആയിരിക്കും ഇതിന്റെയൊക്കെ മെയിൻ ഇതിനെ ഫുൾ പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പം നമ്മൾ അവർക്ക് ടൈം കൊടുക്കുക. അവരും അഡൽട്ട്സ് ആണ്, ഗ്രോണപ്പ് ആണ്, അവരായിട്ട് എടുത്തൊരു ഡിസിഷനാണ്. അപ്പൊ ആ ഡിസിഷനെ അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്തിട്ട് അവർക്ക് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പറ്റിയില്ലെങ്കിൽ ബെറ്റർ ടു ഗോ ദെയർ ഓൺ വേ. നമ്മൾ അവർക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് കൊടുക്കുക. അവർക്കൊരു അതിലും വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു സെപ്പറേറ്റ് വേസ്. ഓക്കെ. പിന്നെ ഡോക്ടർ, ഡസ് പൊസസീവ്നെസ് കിൽ എ റിലേഷൻഷിപ്പ്? ഡെഫിനറ്റ്ലി കൊല്ലും അല്ലേ? കൊല്ലും. അപ്പം നമ്മളുടെ ലൈഫിൽ തന്നെ നമുക്കിപ്പോ ഓവർ പൊസസീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണ്, അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കുമല്ലോ. നമ്മളിപ്പം ഞാനിപ്പോ ഒരു ഡോക്ടർ, എനിക്കിപ്പം ഒത്തിരി മെയിൽ പേഷ്യൻസ് വരും. അപ്പം എന്റെ ചില സമയത്ത് എനിക്കിപ്പോ എന്റെ പേഷ്യൻസിന് ഞാൻ എന്റെ നമ്പർ കൊടുത്തെന്നിരിക്കും. അതായത് നമ്മളുടെ ഇപ്പൊ ഒരു മെഡിസിന്റെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ നമുക്കൊന്ന് വിളിക്കണമെങ്കിൽ മെസ്സേജ് അയക്കണമെങ്കിൽ, അപ്പം ഇവർക്ക് ചിലപ്പോൾ നമുക്കൊരു കോള് വന്നെന്നിരിക്കും. അപ്പം എന്റെ ഒരു പാർട്ട്ണർ ഒരു പൊസസീവ് ആണെങ്കിൽ എന്റെ പ്രൊഫഷണൽ ലൈഫിനെ അത് ബാധിക്കും.
നമ്മളിപ്പോ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നമ്മൾ 8 hours ഷിഫ്റ്റിനായിരിക്കും പോകുന്നത്. നമ്മൾ 12 to 8 അല്ലെങ്കിൽ 9 to 5. ചിലപ്പോൾ നമുക്കിപ്പോ 5ന്റെ ഡ്യൂട്ടിക്ക് 5ന് ഇറങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്ക് ചിലപ്പോൾ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു 15 minutes, ചിലപ്പോൾ ഒരു 30 minutes ഒക്കെ അഡീഷണൽ നമ്മൾ ഇരിക്കും. നമ്മുടെ പാർട്ട്ണർ ഒരു പൊസസീവ് ആണെങ്കിൽ ടൈം നോക്കിയിരിക്കുമ്പോൾ ഒരു 5 minute എവിടെ പോയി. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്കും ഫിയർ ആയിരിക്കും. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും 5 മണിയാകുമ്പോൾ കഴിയണം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ആയിരിക്കും. അപ്പൊ പൊസസീവ്നെസ് കിൽസ് റിലേഷൻഷിപ്പ്. എനിക്ക് തോന്നുന്ന പോസസീവ്നെസ്, ഡോമിനൻസ് ഇതൊക്കെ ഒരുപാട് ടോക്സിക് ആക്കും റിലേഷൻഷിപ്പ്. ആൻഡ് ഇന്നത്തെ തലമുറയിൽ ഡോക്ടറെ ഇന്റിമസി, ഓപ്പൺ അപ്പ് ഇതൊക്കെ കൂടുതലാണ്. സോ ഈ എന്താ പറയാ ഷെയറിങ് തിങ്സ് ഇൻ ദി എക്സ്ട്രീം വേ, ലൈക്ക് യുവർ ഡ്യൂഡിറ്റി ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. സോഷ്യൽ മീഡിയ AI കാലഘട്ടമാണ്. എന്തും എവിടെയും മാറ്റിമറിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ ഇപ്പം ഒരുപാട് അത് റിലേഷൻഷിപ്പിൽ വളരെ ചെറുപ്രായത്തിലെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ഡോക്ടർ പറഞ്ഞ പോലെ ഫോൺ ഉണ്ട് എല്ലാവരുടെയും കയ്യിൽ. സോ ഇറ്റ്സ് ലൈക്ക് ടെക്നോളജി ഈസ് ആർ ഫ്രണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്ട്രോയ് us or it should not command over our life. അപ്പൊ ഡോക്ടറിന് അങ്ങനെയുള്ള കുട്ടികളോട് എന്താ? ഡെഫിനറ്റ്ലി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് എല്ലാ കുട്ടികളെയും പറയാനും അവയർനെസ് കൊടുക്കാനും ശ്രമിക്കുന്നത്, നിന്റെ ബോഡി നിന്റെ ബോഡിയാണ്. യു ഹാവ് ടു റെസ്പെക്ട് യുവർ ബോഡി. നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്, ഒരു സെൽഫ് എസ്റ്റീം ഉണ്ട്. അപ്പം നമ്മൾ അതിനെ പണയപ്പെടുത്തിയിട്ട് വേണ്ട നമ്മൾ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ബിക്കോസ് നമ്മുടെ ബോഡി, നമ്മുടെ ന്യൂഡിറ്റി ചോദിക്കുന്ന ഒരാൾക്ക് നമുക്ക് അയാളെ എന്ത് വിചാരിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റും? നാളെ നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തെങ്കിലും കാരണത്താൽ ബ്രേക്കപ്പ് ആയാൽ പലരും അതിനെ ഒരു ആയുധമായിട്ടാണ് എടുക്കുന്നത്. നമ്മൾ എത്രയോ കുട്ടികൾ സൂയിസൈഡ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ബിക്കോസ് അവരുടെ ന്യൂഡിറ്റീനെ അവരത് ലൈക്ക് എന്താ സോഷ്യൽ മീഡിയയിൽ കൂടെ ഫുള്ള് പ്രചരിപ്പിച്ചിട്ട് അതൊരുമാതിരി. അപ്പം നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വകാര്യത ലോകം കാണുമ്പോൾ നമുക്ക് ആർക്കും അത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പല കുട്ടികൾക്കും ജീവൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് അവർക്ക് വേറൊരു ചോയ്സ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എത്ര സ്നേഹമാണെങ്കിലും എത്ര ഇതാണെന്ന് പറഞ്ഞാലും സ്വകാര്യത മാനിക്കണം. അതിപ്പം ഏതൊരു ലവർ ആണെങ്കിലും. ബിക്കോസ് ആ ഒരു കുട്ടിയുടെ സ്വകാര്യത മാനിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മീനിങ്ഫുൾ അല്ല, അതിലൊരു അർത്ഥമില്ല. നമ്മളെപ്പോഴും പറയും, നിങ്ങൾക്ക് ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു ലവ് ഉണ്ടാകി കൂടാ എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളോട് നമ്മൾ അത് എല്ലാവർക്കും ഒരു അട്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഇൻഫാക്ഷൻ എല്ലാം നമുക്ക് വരും. പക്ഷെ ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് അവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. അത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നമുക്ക് വർത്താനം പറയാം, സ്നേഹിക്കാം, എന്ത് വേണേലും ചെയ്യാം. പക്ഷെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഇത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കത്തില്ല. ഇല്ല, ഇതിപ്പം നമ്മൾ പറഞ്ഞില്ല AI-ക്ക് ഭയങ്കര ക്രൂഷ്യൽ റോൾ ഉള്ളപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഫോൺ തന്നെ നമ്മൾ പോലും അറിയാതെ പലരുടെ നിരീക്ഷണത്തിലായിരിക്കാം. ഒരു ഹാക്കർ മതി നമ്മുടെ അത് എല്ലാം റിട്രീവ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ലൈഫ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഓൾവേസ് റെസ്പെക്ട് യുവർ ഡിഗ്നിറ്റി. ഓക്കെ, നൗ മൂവിംഗ് ഓൺ ടു മൈ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡോക്ടറെ. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒന്നാണ് ലോ സെൽഫ് എസ്റ്റീം. ആരെങ്കിലും കാണുമ്പോൾ അവര് എന്നെക്കാളും ഭംഗിയാണ്, അവരെന്നെക്കാളും പെർഫെക്റ്റ് ബോഡിയാണ്, എന്നെക്കാളും സ്മാർട്ടാണ്, നോളജബിൾ ആണ്, അത് കാരണം ഒത്തിരി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരുന്നു. അത് ലൈഫിൽ പ്രത്യേകിച്ച് ഈ 60 സ്കോറിൽ നിൽക്കുന്നവർ, അവരൊക്കെ കണ്ടില്ലേ എൻട്രൻസ് ക്ലിയർ ആയി, അല്ലെ പ്ലേസ്മെന്റ് കിട്ടി, അലോട്ട്മെന്റ് കിട്ടി, വലിയ ജോബാണ്, ഭയങ്കര വലിയ പോഷ് വണ്ടി, അങ്ങനെ ഇങ്ങനെ ദേ ആർ ഡിസ്ട്രോയിങ് ദെംസെൽഫ്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു? വാട്ട് ഈസ് യുവർ അഡ്വൈസ്? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ലോ സെൽഫ് എസ്റ്റീം, അത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ? അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആകാം, അല്ലെങ്കിൽ അതൊരു ആൻസൈറ്റി ആയിരിക്കാം. നമ്മള് ആൻഷ്യസ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനകത്തുള്ളവർക്ക് ഇതുപോലെ സെൽഫ് എസ്റ്റീം കുറവായിരിക്കാം, കോൺഫിഡൻസ് കുറവായിരിക്കും. അപ്പൊ അവരെപ്പോഴും അവരെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. അതൊരു കുട്ടി പറഞ്ഞത് ആളുടെ വീട്ടിൽ തന്നെ കമ്പാരിസൺ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എവറിത്തിങ് സ്റ്റാർട്ട്സ് ഇൻ ദ ചൈൽഡ്ഹുഡ്. നമ്മുടെ വീട്ടിൽ നിന്നുള്ള ബ്രിങ്ങിങ് അപ്പ് ആണ്. നമ്മൾ സ്കൂളിലും പറയും. ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു പണ്ടൊക്കെ ഒരു മേ ബി ഒരു 15 years ബാക്കിലുള്ള സ്കൂളിലൊക്കെ അന്നൊക്കെ നമ്മുടെ സ്കൂളിൽ ടീച്ചേഴ്സ് ഡിസ്ക്രിമിനേറ്റീവ് ആയിരുന്നു. ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, ആ ഒരു രീതിയിൽ ബാക്ക് ബെഞ്ചർ ആ ബാക്ക് ബെഞ്ചർ ചിലപ്പോൾ ADHD കൊണ്ടായിരിക്കും പഠിക്കാത്തത്. അന്ന് അത് ആരും ഐഡന്റിഫൈ ചെയ്യുന്നില്ലായിരുന്നു. അവനെ അന്ന് അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ ആ കുട്ടിയുടെ സെൽഫ് എസ്റ്റീം വിട്ടുക, അല്ലെങ്കിൽ അതിന്റെ കോൺഫിഡൻസ് കുറയ്ക്കുക ചെയ്യുന്നത്. ആ കുട്ടീനെ നമ്മൾക്കൊരു ലേബൽ കൊടുക്കുക, യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്നുള്ളത്. അപ്പം ഡെഫിനറ്റ്ലി വളർന്നു വരുമ്പോ അതിന് ആൻസൈറ്റി, ഡിപ്രഷൻ ഒന്നും ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പം ബേസിക്കലി ഇതാണ് നമ്മൾ അത് സ്കൂളിൽ നിന്ന്, വീട്ടിൽ നിന്ന് എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരു കുട്ടിയുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അതിന്റെ ചെറിയ പ്രായത്തിൽ നിന്നാണ്. പിന്നെ ആ ക്യാരക്ടർ തന്നെ നിലയിലാക്കി എഴുത്തി പോലെ ആയിരിക്കും. ഒന്ന് ഉയരണമെന്ന് വിചാരിച്ചാലും വീണ്ടും താന്നു തന്നെ. പിന്നെ അതുപോലെ നമ്മൾ പറയില്ല, ഇപ്പൊ ആൻസൈറ്റി ഉള്ള പേരൻസ് ആണെങ്കിൽ അൺനോയിങ്ങിലി അവരുടെ ആൻസൈറ്റി കുട്ടിയിലേക്കും പകർന്നു കൊടുക്കും. നമ്മളറിയാം.
അപ്പം ഇതൊക്കെയാണ് അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്കിപ്പോൾ ഒരു ആൻസൈറ്റി ഉണ്ട്, നമുക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഇമ്പയർമെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സീക്ക് ദ പ്രൊഫഷണൽ ഹെൽപ്പ്. അതുപോലെ തന്നെ കുട്ടി വളർന്ന് വരുമ്പോഴാണെങ്കിലും കുട്ടീനെ നമ്മൾ നല്ലൊരു നർച്ചറിങ് എൻവയോൺമെന്റ് ഏറ്റവും നല്ല രീതിയിൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത് സോൾവ് അതെ. ആൻഡ് പേരൻസ് എപ്പോഴും കുട്ടികളുടെ മുന്നിൽ ഫൈറ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫാമിലി ഡൈനാമിക്സിനും നല്ലൊരു ക്രൂഷ്യൽ റോൾ ഉണ്ടെന്നുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നോ ഡോക്ടറെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൊന്നും വിചാരിക്കരുത്. ഹൗ ആർ യു സ്റ്റേയിങ് സെയിം? ഇത്രയും പേഷ്യൻസിന് 7 വർഷത്തോളം കണ്ടിട്ട്, അതും ഇത്തരത്തിലുള്ള സ്റ്റോറീസിന്റെ എത്രയോ ഡീപ്പായിട്ടുള്ള രീതിയിലായിരിക്കും ഡോക്ടർ കേട്ടിട്ടുണ്ടാവുക. ആൻഡ് യുവർ എ മദർ, യുവർ എ വൈഫ്, ഡോക്ടറാണ്, ഡോക്ടർ ഒരു ഡോട്ടർ ഇൻ ലോ ആണ്. എങ്ങനെയാണ് ഡോക്ടർ എല്ലാം കൂടെ ബാലൻസ് ചെയ്യുന്നത്? നമ്മളൊരു ഹോസ്പിറ്റലിൽ കേൾക്കുന്ന, ക്ലിനിക്കിൽ കേൾക്കുന്ന, നമ്മൾ നമ്മുടെ ക്ലിനിക്കിൽ ഇട്ടിട്ട് തിരിച്ചു പോരും. സോ വെൻ ഐ കംസ് ടു മൈ ഫാമിലി, I am not a doctor. See, I am a Dr. Bino Mary Chaco at Medeor Hospital. Okay. But back in home, I am Bino. I am a mother of my two of my children. Okay. Like എന്റെ മോനാണെങ്കിൽ എന്റെ മോളോട് ചോദിച്ചു കഴിഞ്ഞാൽ I am their mother. I am not a psychiatrist there. So അങ്ങനെ, അല്ലെങ്കിൽ to my husband, I am his wife. To my in-laws or my parents, I am their daughter or daughter-in-law. അങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ ഒരു നോർമൽസി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സി, നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് നമ്മൾ അത് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ലൂസ് ദാറ്റ്. അതിപ്പോ നമ്മൾ മൂവീസിൽ കാണുന്ന പോലെ ലാസ്റ്റ് സൈക്കാട്രിസ്റ്റും ദാ മരിച്ചുപോയി, അവരുടെ മാനസിക നില തെറ്റിട്ട് മനസ്സല്ലേ. അതാണ് അത്. പണ്ടൊക്കെ നമ്മളിപ്പം വരുന്ന സമയത്ത് ഒത്തിരി പേര് ചോദിക്കുമായിരുന്നു ലേഡി സൈക്കാട്രിസ്റ്റ്, പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സൈക്കാട്രി എടുക്കുന്ന ലേഡീസ് ആണ്. That's a great news, doctor. ഡോക്ടറിന്റെ ബിഫോർ കൺക്ലൂഡിങ്, ഡോക്ടറിന്റെ ഒരു ഈ മെന്റൽ ഹെൽത്തിനെ പറ്റി what is your advice to people who are like, ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ട എനിക്ക് വട്ടാണ് എന്ന് വട്ടാണല്ലേ എന്നുള്ള രീതിയിലാകുമോ എന്നുള്ള? ഒരിക്കലും ഇല്ല. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ WHO ഹെൽത്തിന് ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നത് തന്നെ അസുഖമില്ല എന്നുള്ളതല്ല, ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ്. അവിടെ മെന്റൽ ഹെൽത്തിനും ഒരു വലിയ റോളുണ്ട്. നമുക്ക് അസുഖമൊന്നുമില്ല, നമ്മൾക്ക് വേറെ പൈസയ്ക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് സോഷ്യലി എല്ലാം ഉണ്ട്, പക്ഷെ മെന്റലി നമ്മൾ സ്റ്റേബിൾ അല്ല, നമുക്ക് ആൻസൈറ്റി ആണ്, ഡിപ്രഷൻ ആണ്, യു ആർ നോട്ട് ഹെൽത്തി, ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ്. അതാണ് മെയിൻ പ്രോബ്ലം. അതായത് ഒരാൾക്ക് ആൻസൈറ്റി, ഡിപ്രഷൻ ആണെങ്കിൽ അവരുടെ ഫാമിലി അല്ലെ അവരുടെ സപ്പോർട്ടിംഗ് സിസ്റ്റം അവർക്ക് ക്രിട്ടിക്കൽ കമന്റ്സ് ആണ് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും കേൾക്കുന്ന ഒരു പ്രശ്നമുണ്ട്, പേഷ്യന്റ് വന്നിട്ട് പറയും, എന്നോട് പറയുകയാണ്, ഇത് നിന്റെ തോന്നലാണ്, നിന്റെ ചിന്താഗതിയാണ്, നീ അതിനെ നിനക്ക് എന്തിന്റെ പ്രശ്നമാണ്, ഇങ്ങനെ ആവശ്യം, നിനക്ക് എല്ലാം ഉണ്ടല്ലോ, നീ എന്തിനിങ്ങനെ വെറുതെ വിളിച്ചു. അത് ആ പേഷ്യന്റിന്റെ കുറ്റമല്ല, അവന്റെ ആൻസൈറ്റി അല്ലെ അവളുടെ ആൻസൈറ്റി കാരണം കൊണ്ടാണ് ഇങ്ങനെ തോട്ട്സ് വരുന്നത്. അപ്പൊ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള, നമ്മൾ അവർക്ക് ഒരു ലിസണിങ് ചെയ്യുക, അതായത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുക, അല്ലെ നമ്മുടെ ഒരു ഷോൾഡർ കൊടുക്കുക, അവർക്കൊന്ന് താങ്ങാൻ. ഒന്നും അല്ലെങ്കിൽ നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അല്ലെ പറയടാ കുഴപ്പമില്ല, നിനക്ക് ആൻസൈറ്റി ആയിരിക്കാം, ഡിപ്രഷൻ ആയിരിക്കാം, നിനക്ക് എന്നോട് സംസാരിക്കും, നിനക്ക് ഇത് ബെറ്റർ ആവുന്നില്ല, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക. അതാണ് നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ സ്റ്റിഗ്മറ്റൈസ്ഡ് ആവത്തില്ല. നമുക്കിപ്പം കൈക്കൊരു മുറിവ് വന്നു, അപ്പൊ നമുക്കതിപ്പോ ഒരു ഒരു തുരുമ്പിച്ച എന്തെങ്കിലും കൊണ്ടാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി അത് പോയി ഡോക്ടറെ കാണിച്ച് മരുന്ന് വെച്ച് TT എടുക്കും. അത് നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? നാളെ അതിനകത്ത് ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ. സെയിം ലൈക്ക് ദാറ്റ് ഒരു ആൻസൈറ്റി, ഡിപ്രഷനോടെ അതുപോലെ ഉള്ളൂ. നിങ്ങൾ വന്നൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ക്യൂർ കിട്ടും. ബിഫോർ ഇറ്റ് കിൽസ് ബിക്കോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എത്രയോ പേര് ഈ ആൻസൈറ്റി കാരണം കൊണ്ട് തന്നെ, ഞാൻ കേസസ് കണ്ടിട്ടുണ്ട്, സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് അറിയില്ല എവിടെയാ പോട്ടെന്നുള്ളത്. ഈ ആൻസൈറ്റി കാരണം കൊണ്ട് അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ല. അവര് പറയുന്ന അവരുടെ ഇങ്ങനെ നെഞ്ചത്ത് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ തിരമാല അടിക്കുന്ന പോലെയാണ് അവരുടെ മനസ്സ് പോയിക്കൊണ്ട്. നമ്മൾ കേൾക്കുന്നല്ലേ ഡോക്ടർ, നന്ദൻകൂട് കേസ്, പിന്നെ അഫാന്റെ കേസ് എല്ലാം നമ്മൾ കേൾക്കുന്നതാണ്. പിയർ പ്രഷർ കാരണം ഷഹബാസ്, എത്ര കേസുകളായി ഇപ്പം. ബട്ട് സ്റ്റിൽ പീപ്പിൾ ആർ not realizing help is around the corner. Yes. There are people, there are physicians to help you. My final question, doctor, how would you like to conclude it? So, ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് തോന്നിയ ഒരു ഹെസിറ്റേഷൻ ഇല്ലാണ്ട് ഒരു സൈക്കാട്രിസ്റ്റ് പോകും. നിങ്ങൾക്ക് ഇപ്പം അതൊരു സൈക്കാട്രിസ്റ്റ് ആണോന്നില്ല, ഇപ്പൊ നിങ്ങളുടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്താണെങ്കിൽ പ്രൊഫഷണൽ, പക്ഷെ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുടെ അടുത്ത് വേണം പോകാൻ. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൽ സ്പെഷ്യൽ ഒരു ക്വാളിഫൈഡ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ അടുത്ത് പോകുക.
അപ്പോൾ അവർക്ക് നിങ്ങൾ ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു സിവിയർ മോഡറേറ്റ് കേസസ് ഒക്കെയാണ് ഡെഫിനറ്റ്ലി സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് തന്നെ ഇവിടെ നിങ്ങൾക്ക് മെഡിക്കേഷന്റെ ആവശ്യമുണ്ട്. ഒരു മൈൽഡ് കേസസ് ഒക്കെ ആണെങ്കിൽ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെന്നാലും അവർക്കും നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും പറ്റും. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി എ പ്രൊഫഷണലി ക്വാളിഫൈഡ്. അതെ, എന്റെ പോഡ്കാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറിന് കാണുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ മേക്കൗട്ട് ചെയ്യാൻ പറ്റാറുണ്ടോ? ചില കേസിൽ നമ്മൾ പല മൂവീസിൽ കേൾക്കുന്ന ഒരു നോഷനാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാണുമ്പോൾ തന്നെ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് അങ്ങനെ തോന്നാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല, മൂവിയിലെ എല്ലാം കുറച്ച് അവര് കൂടുതൽ സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടി, കാര്യം അതൊരു ഫൺ പാർട്ടിന് വേണ്ടിയിട്ട്. ഡെഫിനറ്റ്ലി ഇപ്പൊ ഒരു അബ്നോർമൽ ബിഹേവിയർ ഉള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് അവരുടെ മാനറിസംസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ഇതെല്ലാം നമുക്ക് ഒരു ക്രൂഷ്യൽ റോൾ ഉണ്ട് അതിനകത്ത്. നമ്മൾ അവരെ ഒരാളെ നോക്കുമ്പോൾ, ഞാൻ പഠിച്ച സൈക്കോളജി വെച്ച് ഞാനൊരു എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ഡോക്ടർ. മനസ്സിലായ എന്താന്ന് വെച്ചാൽ ചിലരോട് നമുക്ക് ജോവിയലാവാം, ബട്ട് വിത്ത് ലിമിറ്റ്സ്. ചിലരോട് നമ്മൾ അത്യാവശ്യം ഫ്രണ്ട്ലി ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഏകദേശം ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഡോക്ടർ സൈക്കാട്രി പഠിച്ച സ്ഥിതിക്ക് ഐ യു ഏബിൾ ടു ഗോ ലിറ്റിൽ മോർ ഡീപ്പ്, ലൈക്ക് ഇവർക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് വേണം, അങ്ങനെയൊക്കെ ഡോക്ടറിനെ എപ്പോഴെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടാവും? ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമുക്കിപ്പോ ഒരാൾ നമ്മളെ കാണുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ തന്നെ, നമ്മളിപ്പോ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആണെന്ന് പറയുമ്പോൾ തന്നെ പലരും നമ്മുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആയിട്ട് വരും. അപ്പൊ തന്നെ നമുക്കറിയാം ചിലർ നമുക്ക് അവരോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ, അതായത് സൈക്യാട്രിയിൽ ഇൻവെസ്റ്റിഗേഷൻസ് കുറവാണല്ലോ. നമ്മൾക്ക് ഒരു ഹിസ്റ്ററിയാണ് നമ്മുടെ മെയിൻ ബേസിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. യു ഹാവ് ടു സിറ്റ് വിത്ത് ദ പേഷ്യന്റ്, യു ഹാവ് ടു ലിസൺ ടു ദം, എന്നാലും നമുക്കത് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഒരാൾ ഒരു ആൻസൈറ്റിയും കൊണ്ട് വരുമ്പോൾ വാട്ട് ഈസ് ദ റീസൺ, എന്തെങ്കിലും സ്ട്രെസർ ഉണ്ടോ, സംതിങ് is triggering it, you'll go deep, we'll go deep, അതിന്ന് കണ്ടുപിടിക്കും. പക്ഷെ ഏകദേശം സൂചനകരമായിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. That is what you have to spend time with your patient. അതാണ് it makes a difference from other specialties. അതെ, ഷോർട്ട് അപ്പോയിന്റ്മെന്റ്സ് അല്ല. അപ്പം നമുക്കിപ്പോ ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും ഇഫ് യു ആർ ഗോയിങ് ഫോർ സം അതർ സ്പെഷ്യാലിറ്റി, ഇത് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഷോർട്ടർ ആയിരിക്കും. പക്ഷെ സൈക്കാട്രിയിൽ നമ്മുടെ അപ്പോയിന്റ്മെന്റ്സ് കുറച്ചുകൂടെ ലൈക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു മിനിമം ഒരു 30 minutes എങ്കിലും നമുക്ക് വേണം പേഷ്യന്റ്. എന്നാൽ മാത്രമേ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇപ്പം ഒരു പേഷ്യന്റ് എന്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ധൃതി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് വിൽ നോട്ട് ഫീൽ ഫ്രീ ടു ലൈക്ക് ഓപ്പൺ അപ്പ്. അവരുടെ ഉള്ളിലെ അത്രയും വലിയ നൊമ്പരമാണ് അവർ പുറത്തു കൊണ്ടുവരുന്നത്. നമ്മൾ അവരുടെ പേഷ്യന്റുമായിട്ട് എംപതൈസ് ചെയ്യണം. നമ്മൾ ആ പേഷ്യന്റിന്റെ കൂടെ ഇരുന്ന് അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കണം. അതാണ് അതിനകത്ത് ഒരു മെയിൻ റോൾ എന്ന് പറയുന്നത്. ഇനി ഡോക്ടറിന്റെ സക്സസ്ഫുൾ മാരേജിന് ഡോക്ടർ സൈക്കാട്രി പഠിച്ചിട്ട് ഏതെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്ത ഒരു കാര്യം? ഒരിക്കലും ഇല്ല. പുള്ളി നല്ല അണ്ടർസ്റ്റാൻഡിങ് ആണല്ലേ. ഇംപ്ലിമെന്റ് ചെയ്യാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് പ്രോബ്ലം ആണ്. നമ്മൾ പറഞ്ഞല്ലോ, അവിടെ ഒരു റോ ലൈഫാണ് നമുക്ക് വേണ്ടത്. ആ നോർമൽസി ആണ് ആ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. നമുക്ക് അവിടെ ഒരു നോർമൽ ലൈഫാണ്. നമ്മളും ഇപ്പം നമ്മുടെ പാർട്ട്ണറുമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പുള്ളി അങ്ങനെ എന്തെങ്കിലും പുള്ളിക്കുള്ള കൺസേൺസ് ഒക്കെ ഡോക്ടറിനോട് പറയാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഇല്ല. ഡെഫിനറ്റ്ലി ഞാൻ പറയുമല്ലോ, നമ്മളിപ്പം ഒരിക്കലും നമ്മളൊരു എനിക്കറിയില്ല, ലൈക്ക് ദാറ്റ് ഈസ് വാട്ട് മൈ ഒപ്പീനിയൻ. ഒരിക്കലും നമ്മൾ ഫാമിലിനെയും ഫ്രണ്ട്സിനെയും ട്രീറ്റ് ചെയ്യാൻ പാടില്ല ആസ് എ സൈക്കാട്രിസ്റ്റ്. നമുക്കൊരു ജഡ്ജ്മെന്റൽ അപ്രോച്ച് ആയിരിക്കും. യു ക്യാൻ ഹെൽപ്പ് ഇഫ് ദേ സീക്ക്. പക്ഷെ പൊതുവേ നമ്മൾ പറയുന്നത് ലൈക്ക് ഏതൊരു ഡോക്ടർ ആണെങ്കിലും നമ്മൾ പറയല്ലോ, ഇപ്പം നമ്മളിപ്പോ ഏതൊരു ഡോക്ടർ ആണെങ്കിലും സ്വന്തം ഫാമിലിയിൽ അവര് ട്രീറ്റ്മെന്റ് കൊടുക്കില്ല. ബിക്കോസ് കൂടുതൽ പേര് ബിക്കോസ് അവര് പറയുന്നത് നമ്മുടെ ഫാമിലി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ജഡ്ജ്മെന്റൽ അപ്രോച്ചിലേക്ക് നമ്മൾ പോകും. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ബെറ്റർ ടു ടേക്ക് അതർ ലൈക്ക് നമ്മൾക്ക് ഇപ്പൊ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് തന്നെ വിടുക. നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഡോക്ടർ ബിനോയിന്റെ ഈ ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ വലിയൊരു സത്യം എന്താന്ന് വെച്ചാൽ സൈക്കാട്രിസ്റ്റ് ആർ ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട്. ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വി ഡോണ്ട് നോ വാട്ട് വി ആർ ഗോയിങ് ത്രൂ. നമ്മൾ കുറെ നോഷൻസും അസംഷൻസും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഹം ജോ സോച്തേ ഹൈ വോ നഹീ ഹൈ. നമ്മൾ വിചാരിക്കുന്നതും നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതും ആയിരിക്കില്ല കാര്യം. ചിലപ്പം വേറെ എന്തോ കാര്യമാകും, അല്ലെങ്കിൽ ഫിസിക്കൽ എലിമെന്റ്സുമായിട്ട് കണക്റ്റഡ് ആകും. എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു എക്സ്പേർട്ട് വേണം, ഒരു ഫിസിഷ്യൻ വേണം. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇത്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ആ തോട്ട് സ്ട്രൈക്ക് ചെയ്ത്, നമ്മുടെ സ്പെഷ്യൽ ചിൽഡ്രൻ ഉണ്ടല്ലോ, ദേ ആർ ഗോഡ്സ് ഗിഫ്റ്റ് ആഫ്റ്റർ ഓൾ. പക്ഷെ അവരെയും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഡോക്ടർ. ഡെഫിനറ്റ്ലി. ഇപ്പൊ നമുക്ക് അവിടെയും നമ്മള് അതൊരു ലൈക്ക് ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി അല്ല, അതും ഒരു ഗ്രൂപ്പ് ഓഫ് ഫിസിഷ്യൻസ് ആൻഡ് അതർ ഹെൽത്ത് പ്രൊഫഷണൽസ്, അലൈഡ് ഹെൽത്ത് പ്രൊഫഷണൽസ്, നമ്മളെല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ അവിടെ എടുക്കുന്നത്.
അപ്പം ഒരു പീഡിയാട്രീഷ്യൻ കാണും, ന്യൂറോളജിസ്റ്റ് കാണും, സൈക്കാട്രിസ്റ്റ് കാണും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്. അപ്പം പലർക്കും അതിനകത്ത് റോളുണ്ട് ആ കുട്ടിയുടെ, അത് ഈവൻ ഫിസിയോതെറാപ്പിസ്റ്റ്. അപ്പം നമ്മൾക്ക് എല്ലാവരും അവരോരോ റോൾ ചെയ്ത് കഴിയുമ്പോൾ ആ കുട്ടീനെ ആണെങ്കിലും അതിന്റെ ഫങ്ഷണൽ എബിലിറ്റി നമുക്ക് കുറെയൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. And it's better to do it earlier. It's better to do Don't it. keep Early the intervention, the better the prognosis. അങ്ങനെയാണ്. ഓക്കെ. അപ്പം ഇനിയും എൻ്റെ മോസ്റ്റ് വൈറ്റൽ ക്വസ്റ്റ്യൻ ഡോക്ടർ ബൈ ബൈ പറയുന്നതിന് മുമ്പ്, ഞാൻ ഡോക്ടറിനെ പോഡ്കാസ്റ്റിന് വിളിച്ചപ്പോൾ തന്നെ ഡോക്ടർ സമ്മതിക്കാനുള്ള കാരണം പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കേൾക്കട്ടെ. ഡെഫിനറ്റ്ലി നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു മാർഗമാണല്ലോ ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. പലർക്കും അറിയില്ല, എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പല സ്റ്റിഗ്മയായിരിക്കും, വന്ന് ചോദിക്കാനുള്ള പേടിയായിരിക്കും. അപ്പം നിങ്ങളെപ്പോലുള്ള ഒരാൾ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളിൽ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, അപ്പു എന്നുള്ള ഒരാളിൽ ഒരു വിശ്വാസമുണ്ട്. അപ്പം അവര് അതിനുവേണ്ടി അപ്പൊ ഓക്കെ അപ്പു ഒരു സൈക്കാട്രിസ്റ്റുമായിട്ട് ചെയ്യുന്നു, അപ്പൊ എന്തായിരിക്കും, അതൊരു ക്യൂരിയോസിറ്റി ആയിരിക്കും. അപ്പം നമുക്ക് ഈ ജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അവരുടെ പല ക്വറീസ്, അതായത് നിങ്ങൾ അവരുടെ മെസ്സേജ് നമ്മളിലേക്ക് എത്തിക്കുവാണല്ലോ ചെയ്യുന്നത്, അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്ത് ഒരാൾക്കെങ്കിലും അത് ഹെൽപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഡോക്ടർ തന്നെ ഇപ്പൊ ട്രീറ്റ് ചെയ്യുന്ന ഓൾ ക്ലാസ് ഓഫ് സൊസൈറ്റി, അതെ, ഓൾ ക്ലാസ് ഓഫ് സൊസൈറ്റി, അല്ലാണ്ട് ഇന്ന പർട്ടിക്കുലർ ഇതൊന്നും ഒന്നുമില്ല, എല്ലാരും നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പം അവർക്ക് ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. യു നോ, മെന്റൽ ഹെൽത്ത് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ. നമുക്കിപ്പോ ഒരു കൈ ഒടിഞ്ഞാലും നമുക്ക് എങ്ങനെയും ജോലിക്കോ, പക്ഷെ മെന്റലി നമ്മൾ ഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓഫീസിൽ ഇരിക്കുമായിരിക്കും, നമ്മൾ ഫോക്കസ് ചെയ്യത്തില്ല, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല, അപ്പം നമ്മുടെ ജോലി നമ്മൾ ഒന്നും നടക്കുന്നില്ല. അപ്പം ഡെഫിനറ്റ്ലി അത് എല്ലാ രീതിയിലും അവർക്ക് പ്രഷർ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴായിരിക്കും പലരും സൂയിസൈഡ് ചെയ്യുന്നതും ഒക്കെ. അപ്പം ഒരിക്കലും സൂയിസൈഡ് എന്ന് പറയുന്നത് ആരും ആഗ്രഹത്തോടെ ചെയ്യുന്നതല്ല. ഇറ്റ്സ് ലൈക്ക് ക്രൈ ഫോർ ഹെൽപ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. അവരുടെ നിസ്സഹായ അവസ്ഥയിൽ അവർ ചെയ്തു പോകുന്നതാണ്. അപ്പൊ 90% സൂയിസൈഡിൽ അവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. വളരെ ചുരുക്കം കേസസിലായിരിക്കും അതൊരു ഇമ്പൾസീവായിട്ട് എടുക്കുന്നതോ അല്ലെങ്കിൽ അത്ര പ്ലാൻഡ് ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്ത് നമുക്കത് ശരിയാക്കാൻ പറ്റുന്നതാണ്. ഡോക്ടർ അങ്ങനെ ഒത്തിരി പേരെ രക്ഷപ്പെടുത്തിയിട്ടുമുണ്ട്. ഉണ്ട്, ഡെഫിനറ്റ്ലി. സോ ഒരുപാട് നോഷൻസ്, ഒരുപാട് കൺഫ്യൂഷൻസ്, ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഡോക്ടേഴ്സ് അവൈലബിൾ അറ്റ് മിഡിയോർ ഹോസ്പിറ്റൽ, ഡോക്ടർ ബിനോ മേരി ചാക്കോ, ആൻഡ് പുള്ളിക്കാരത്തിയായിട്ട് ബന്ധപ്പെടാം. ആൻഡ് ദിസ് ഇസ് എത്തിക്സ് ആണ് ഡോക്ടറിന്റെ, ദിസ് ഇസ് നോട്ട് ബീങ് ഡിസ്ക്ലോസ്ഡ് എനിവെയർ. ഇത് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും വാട്ട് ദ പേഷ്യന്റ് വിൽ ഷെയർ വിത്ത് യു, അല്ലേ? കാരണം അവർക്ക് ആ ഒരു പ്രൊഫഷണലിസത്തിന്റെ കൂടെ ദേ നോ ഹൗ ടു ഡു ഇറ്റ് വിത്ത് അറ്റ്മോസ്റ്റ് സിൻസിയറിറ്റി ആൻഡ് എന്താ പറയുക, കോൺഫിഡൻഷ്യാലിറ്റി ഈസ് ദ കീ. നമ്മുടെ മെയിൻ അവരുടെ പ്രൊഫഷനിൽ തന്നെ അങ്ങനെയാണ്. സോ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ്. സീക്ക് ഹെൽപ്പ് ആൻഡ് ഗെറ്റ് ഹെൽപ്പ് ഫ്രം ദ റൈറ്റ് ഫിസിഷ്യൻ, and you can have a better life and a happy one, peaceful one. Thank you, doctor. Thank you so much. Thank you so much for calling me for this. Pleasure is mine, doctor. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തൊരു പോഡ്കാസ്റ്റ് ആണ്. ആ സമയം പോയതേ അറിഞ്ഞിട്ടില്ല, ബിക്കോസ് എനിക്കും കുറെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു. നമ്മുടെ ഫീൽഡ് മെഡിക്കൽ ആണെന്ന് പറഞ്ഞാൽ പോലും there's a lot of notions to me. You yourself had it. അപ്പൊ പിന്നെ ഞങ്ങൾക്കൊക്കെ ഉണ്ടാവില്ലേ? So thank you so much for clarifying, doctor. Means a lot. Thank you so much. Thank you so much. Thank you, doctor.